أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله العظيم. ആദരണീയനായ പ്രശസ്തമായ ചാപ്പനങ്ങാടി മഹല്ല് ജമാഅത്തിന്റെ ഖത്തീബ് മുദരിസുമായ യുവ പണ്ഡിത സുഹൃത്ത് എ.പി. അബ്ദുൽ കരീം ഫൈലി അവർകളെ, ബഹുമാന്യനായ പി മുഹമ്മദ് സാഹിബ്, ആദരണീയനായ കുഞ്ഞുട്ടി മുസ്ലിയാർ, ബഹുമാന്യരായ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാംഗന്മാരെ, സുഹൃത്തുക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, തീർത്തും നല്ല ഉദ്ദേശത്തോടുകൂടി മാത്രം അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് സംശയാസ്പദമായ ഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു വൈജ്ഞാനിക സദസ്സാണ്. ഇൽമു പഠിക്കുന്ന സദസ്സ്. അതാവശ്യമാകുന്ന ഘട്ടത്തിൽ സംഘടിപ്പിക്കലും അതിൽ സഹകരിക്കലും പങ്കാളിത്തം വഹിക്കലും ഏറെ പുണ്യമുള്ള അമലാണ്. ചില ഘട്ടത്തിൽ നിർബന്ധമായ അമലാണ്. ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിത് സംഘടിപ്പിച്ചതും സർവാത്മന ഇതിനോട് സഹകരിക്കുന്നതും ഒക്കെ നമ്മുടെ ആഖിറത്തിലെ മരണാനന്തരമുള്ള ജീവിതമാണ് നമുക്ക് പ്രധാനം. അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ നന്മകളും തിന്മകളും തൂക്കി നോക്കുമ്പോൾ നന്മകളുടെ തട്ടിന് ഏറെ ഭാരം നൽകുന്ന ഒരു നല്ല അമലായി സാധുക്കളായ നമ്മുടെ പക്കൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. നമ്മുടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ആദരണീയരായ ഗുരുവര്യന്മാർ, പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, സഹോദരങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ വിശാലമായ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ പൂർവികരായ പിതാക്കന്മാർ, പ്രപിതാക്കന്മാർ, നമ്മുടെ കുടുംബബന്ധുമിത്രാദികൾ, കൃത്യമായി പറഞ്ഞാൽ എന്റെ പിതാവിന്റെ പിതാവിന്റെ പിതാവ് പോലും ഇവിടെയാണ്, ഇവിടത്തുകാരനാണെന്നാണ് എന്റെ ഉപ്പ പറഞ്ഞു വന്നിട്ടുള്ളത്. കുഞ്ഞാലി ഹാജി. അവിടൊക്കെ ആ പരമ്പര കണ്ണികളൊക്കെ ഇവിടെ ഉണ്ടാകും. നമ്മുടെ പൂർവികർ ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബർസഖിയ ജീവിതം സന്തോഷപ്രദമാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നാളെ അനുഗ്രഹീതമായ റബ്ബിന്റെ ജന്നാത്തുൽ നഈമിൽ അവർക്കും നമുക്കൊക്കെ സംഗമിക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മരണമെന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടുത്ത ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ്. മരിച്ചാൽ ആള് അപ്രത്യക്ഷമാകുന്നുണ്ട് എന്ന് ശരിയാ. പലരും ധരിച്ചു വച്ചിട്ടുള്ളത് മരണത്തോടുകൂടി എല്ലാം അസ്തമിച്ചു എന്നാണ്. അതുകൊണ്ടാണല്ലോ വിവരമില്ലാത്ത ചില ആളുകൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിശദീകരണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനും നിങ്ങളും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ പ്രത്യേകത ഈ ജീവിതത്തിൽ ഒരു താൽക്കാലികമായി ഒരു 10, 60, 70 വർഷക്കാലമൊക്കെയാണ് ശരാശരി നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയുള്ള ഈ ജീവിതം വളരെ ഹ്രസ്വമായുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പരിമിതമായ ഒരു ചെറിയ പീരീഡ്, ചെറിയ കാലയളവ്. ഇത്ര യോഗ്യനും ബുദ്ധിസാമർഥ്യമുള്ള അതിസമർത്ഥനായ ഒരു മനുഷ്യൻ കേവലം ഒരു 10, 60, 70 വയസ്സ് ജീവിച്ച് അവസാനിച്ചു പോകേണ്ടവനാണ്. അല്ല സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഒരു ഘട്ടം മാത്രമാണ്, ഒരു ചെറിയ ഘട്ടം. ഈ ഘട്ടത്തെക്കുറിച്ച് പ്രവാചക തിരുമേനി അഷ്റഫുൽ ഖൽഖ് മുസ്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പലപ്പോഴും നമ്മുടെ വാദങ്ങൾ കേൾക്കാറുണ്ട്. കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ്. ഈ ദുനിയാവിലെ ഈ ജീവിതം, ഈ ഹ്രസ്വമായ ജീവിതം, നീ വിദേശത്ത് ജീവിക്കുന്ന ഒരാളുടെ ജീവിതം പോലെ കണക്ക് കൂട്ടിക്കോ. തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞത്. വിദേശത്ത് പോയാൽ 1, 2 മാസം അല്ലെ 1, 2 വർഷം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരും, എന്തായാലും അവിടെ നിൽക്കില്ല. ആബുൽ സബീൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നാട് വിട്ട് അടുത്ത നാട്ടിലേക്ക് നമ്മൾ പാസ് ചെയ്യുമ്പോ നമ്മൾ ട്രാൻസിറ്റ് വിസൊക്കെ പോകും. ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 1 ദിവസം 2 ദിവസമൊക്കെ തങ്ങിയിട്ട് പോകും. ഇതുപോലുള്ള നമ്മുടെ ഒരു ജീവിതം എന്ന പ്രയാണത്തിൽ യാത്രയിലെ ഒരു ഇടത്താവളം മാത്രമാണ് ദുനിയാവെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ യാത്ര എന്നാ തുടക്കം കുറിച്ചത്? നമ്മൾ വളരെ നേരത്തെ യാത്ര തുടക്കം കുറിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആദ്യത്തെ മനുഷ്യൻ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. വിശുദ്ധ ഖുർആൻ അത് വിശദീകരിക്കുന്നു. ആദമിനെ സൃഷ്ടിച്ച സമയത്ത് വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും, ആ ഉപ്പയായ ആദമിൽ നിന്ന് തനിക്ക് ജനിക്കാനിരിക്കുന്ന സകലമാന സന്തതികളെയും ആത്മാവുകളെ അള്ളാഹു പുറത്തെടുത്തു. ആത്മാവ് നമ്മൾ ഈ കാണുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഈ കാണുന്ന ഭൗതികമായ ഈ ബോഡി ഇതല്ല പ്രധാന മനുഷ്യൻ. നമ്മുടെ ഈ മാംസളമായ ശരീരം, നമ്മുടെ മജ്ജ, നമ്മുടെ എല്ല്, രക്തം, മുടി, നഖം, തൊലിയൊക്കെ ഉൾക്കൊള്ളുന്ന ഈ ഭൗതിക ശരീരം, ബോഡി ഉണ്ടല്ലോ, ഇതൊന്നുമല്ല. ഖലഖഹു മിൻ തുറാബ്. ഇത് മണ്ണ് കൊണ്ട് അള്ളാഹു രൂപകൽപ്പന നൽകിയ ഒരു താൽക്കാലിക സംവിധാനമാണ്. അത് മണ്ണിൽ കൊണ്ടുപോയി വെക്കാനുള്ളതാണ്. മണ്ണിലോട്ട് കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലാറുണ്ട്, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മനുഷ്യായി മണ്ണിൽ നിന്നാണ് നിന്റെ ശരീരം സൃഷ്ടിച്ചത്. ഈ മണ്ണിലേക്ക് തന്നെ തിരിച്ചു വീണ്ടും നാം മടക്കി കൊണ്ടുവരുന്നു എന്ന് പറയാൻ മണ്ണിൽ നിന്ന് വന്നതാണ് ശരീരം. ഈ മണ്ണിൽ നിന്ന് വീണ്ടും നിനക്കൊരിക്കൽ കൂടി പുറത്തു കൊണ്ടുവരും, പുനർജന്മം നൽകുമെന്ന വിശുദ്ധ ഖുർആന്റെ വാചകങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ആ ദിക്റുകൾ ചൊല്ലിയിട്ട് വേണം മയ്യിത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കാൻ. അതോടുകൂടി നമ്മുടെ ബോഡി മണ്ണിന്റെ ഭാഗമായി ലയിച്ചു. അതും എല്ലാവർക്കും ഒന്നും കേട്ടോ. മഹാത്മാക്കൾ അതിന് ഒഴിവാകുന്ന ശരീരത്തിനൊന്നും സംഭവിക്കില്ല. യഥാർത്ഥത്തിൽ ഈ ശരീരമല്ല പ്രധാനം, അത് താൽക്കാലിക സംവിധാനം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം അവന്റെ റൂഹാണ്, അവന്റെ ആത്മാവാണ്. മനുഷ്യന്റെ സകലമായ കഴിവുകളും കേന്ദ്രീകരിച്ചിരിക്കുന്ന മനുഷ്യന്റെ ജീവനിലാണ്, അല്ലെങ്കിൽ ആത്മാവിലാണ്, അല്ലെങ്കിൽ റൂഹിലാണെന്ന് പറയാം. നാം സംസാരിക്കുന്നത് റൂഹുള്ളത് കൊണ്ടാണ്, നാം കേൾക്കുന്നത് റൂഹുള്ളത് കൊണ്ടാണ്, നാം ചിന്തിക്കുന്നത് ആത്മാവുള്ളത് കൊണ്ടാണ്, നാം ആസൂത്രണം ചെയ്യുന്നത് ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാണ്. നമ്മുടെ സകലമായ ചലനങ്ങളും പ്രവർത്തനങ്ങളും കഴിവുകളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് മനുഷ്യന്റെ ആത്മാവിലാണ്. ആത്മാവിന്റെ ജീവൻ എന്ന പ്രതിഭാസം എന്താണ്? ഈ ആത്മാവ് കൃത്യമായി നമുക്ക് ആർക്കും അറിയില്ല. മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹിനെ പിടിച്ചു നമ്മൾ പറയാറുണ്ട്. ഹദീസിൽ അങ്ങനെ പറയുന്നത്. റൂഹിനൊന്നും നശിപ്പിക്കുന്നില്ല. ഇദാ ഖുബില റൂഹുൽ മുഅ്മിൻ, മുഅ്മിന്റെ റൂഹിനെ പിടിച്ചെടുത്തിട്ട് സ്ഥലത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുക. ആത്മാവൊന്നും സംഭവിക്കുന്നില്ല. ആ ആത്മാവ് ഇപ്പൊ സൃഷ്ടിക്കപ്പെട്ടതുമല്ല. നമ്മളൊക്കെ ഈ മണ്ണിലേക്ക് പറക്കുന്നതിന് മുമ്പ്, മാതാവിന്റെ ഗർഭാശയത്തിൽ വരുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്, ആദ്യത്തെ നമ്മുടെ പിതാവ്, ഒന്നാമത്തെ മനുഷ്യൻ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മുതുകിൽ നിന്ന്, തന്റെ ശരീരത്തിൽ നിന്ന് തനിക്ക് ജനിക്കാനിരിക്കുന്ന സകലമായ ആത്മാവുകളും പുറത്തെടുത്ത് അള്ളാഹു അവരുമായി സംവദിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അന്ന് അള്ളാഹ് ആത്മാവുകൾ ചോദിച്ചിട്ടുണ്ട്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബ്. ആലു ബല, അവർ ശരിവച്ചതാ. അവർ നമ്മുടെ ആത്മാവുകൾ. മുസ്ലിമീങ്ങൾ ആത്മാവുകൾ മാത്രമല്ല, ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ, ക്രിസ്ത്യാനികളുടെ, മതനിഷേധികളുടെ സകലമായ സന്തതികളും ആത്മാവുകൾ മാത്രമായിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹു ഒരു ചർച്ച നടത്തി.
അപ്പൊ നമ്മുടെയൊക്കെ ആത്മാവുകൾ അന്നേ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആത്മാവിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. അടുത്ത ഘട്ടം മാതാവിന്റെ ഗർഭാശയത്തിലാണ് നമ്മുടെ ജീവിതം. ഇസ്ലാം എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് നിർവചിച്ചു തരുന്നത്. മാതാവിന്റെ ഗർഭാശയത്തിൽ ഹദീസുകൾ കാണാം. ഇദാ മർറ ബിൻ നുത്ഫത്തി, മനുഷ്യന്റെ ബീജകണത്തിന് ആ ഗർഭാശയത്തിൽ കിടക്കുന്ന ഭ്രൂണത്തിന് വളർച്ച പ്രാപിച്ചാൽ 42 ദിവസം പിന്നിട്ടാൽ അല്ലാഹു ഒരു മലക്കിനെ ഭ്രൂണത്തിലേക്ക് പറഞ്ഞു വിടുന്നു, ഗർഭാശയത്തിലേക്ക്. കണ്ണും കാതും രൂപകൽപ്പന നൽകുന്നു. എത്ര കൃത്യമായിട്ട് അവരുടെ കാര്യം കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ നിശ്ചിത പീരീഡെത്തിയാൽ അതേ മലക്കിന്റെ വശം ആ റൂഹിനെ, നേരത്തെ സൃഷ്ടിക്കപ്പെട്ട റൂഹിനെ, ആത്മാവിനെ അല്ലാഹു കൊടുത്തുവിടുകയും ആ ഭ്രൂണത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആ ഭ്രൂണത്തിന് ജീവൻ വെക്കുന്നത്. ആ ഒരു നിശ്ചിത പീരീഡ് 9 മാസമാണ് അവിടുത്തെ ദൈർഘ്യം, ജീവിതകാലയളവ്. രണ്ടാമത്തെ ഘട്ടം അതും കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വന്നെത്തിയവരാണ്. ഇതുകൊണ്ട് അവസാനിക്കോ? വിശുദ്ധ ഖുർആൻ പറയുന്നു, മനുഷ്യരെ നിങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക്, ജീവിതത്തിന്റെ ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്ര തുടരുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ 4ാമത്തെ ഘട്ടമാണ് അവരുടെ തൊട്ട് പിന്നിൽ ബർസഖിയ ജീവിതം അവരെ കാത്തിരിക്കുന്നു. ബർസഖിയ ജീവിതമാണ് ഈ ഖബറിന്റെ ജീവിതം. അത് അവസാനത്തതല്ല, ഖബർ താൽക്കാലിക. ഈ യൗമുൽ ഖിയാമത്തിൽ പ്രപഞ്ചം നശിക്കും, പുനർജന്മം, മനുഷ്യർക്ക് പുനർജന്മം, 5ാമത്തെ ജീവിതം. അതാ പെർഫെക്റ്റ്. ആ ജീവിതത്തിൽ മനുഷ്യന് കഴിഞ്ഞ 4 കാലഘട്ടത്തിലെ ജീവിതവും ചിത്രത്തിൽ തെളിഞ്ഞു വരും, മനസ്സിൽ തെളിഞ്ഞു വരുമെന്ന് വിശുദ്ധ വചനങ്ങളിൽ വിശദീകരിക്കപ്പെടുന്നു. ഏതുപോലെ നമ്മുടെ ചെറുപ്പത്തിൽ കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ മനസ്സിലില്ലല്ലോ. നമ്മുടെ ഉമ്മ പറഞ്ഞു തരും, ഉപ്പ പറഞ്ഞു തരും, നീ ചെറുപ്പത്തിൽ ഇന്നത് ചെയ്തിരുന്നു, ഇന്നത് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മുടെ ചിന്തയിലും ചിത്രത്തിലുമില്ല. പഴയ കാലത്ത് ആത്മാവിന്റെ ലോകത്തെ കാര്യങ്ങൾക്ക് ഓർമ്മയിൽ തെളിയാനിട്ടാണ്. സമ്പൂർണമായ 5ാമത്തെ ജീവിതവുമൊക്കെ നമ്മുടെ ചിത്രത്തിൽ തെളിഞ്ഞു വരും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ചെറിയ ഒരു ഇടവേള കഴിഞ്ഞ് യഥാർത്ഥത്തിൽ കുറച്ച് വിശാലമായ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് മരണത്തിലൂടെ സംഭവിക്കുന്നത്. ആ മരണാനന്തരം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചുപോയാൽ അയാളുടെ ജീവിതം ഭാസുരമാകാൻ, ബർസഖിയ ലോകത്ത് സന്തോഷപ്രദമായി മാറാൻ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ കഴിയുക അതൊക്കെ ചെയ്യേണ്ട ഒരു ധാർമ്മികമായ ബാധ്യതയാണ്. ആ സഹോദരനോട്, ആ സഹോദരത്തെ വലിയ സ്നേഹിക്കുന്ന ഒരു വലിയ കടപ്പാടാണ്. സ്വന്തം മക്കൾക്ക് ഉമ്മയോട്, സ്വന്തം മക്കൾക്ക് ഉപ്പയോട്, സ്വന്തം ഉപ്പാക്ക് മക്കളോട്, സ്വന്തം ഉമ്മാക്ക് മക്കളോട്, ജ്യേഷ്ഠന് അനുജന്മാരോട്, ഇങ്ങനെ പരസ്പരം നാട്ടുകാർക്ക്, ആ സുഹൃത്തിനോട്. മരിച്ചു പോയ ഒരാളെ സംബന്ധിച്ച് മനസ്സറിഞ്ഞ് നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പൊ തൊട്ടുള്ള ഖബറിലേക്ക് വെക്കാൻ പോകുക. ഈ ജീവിതം 50-60 കൊല്ലമൊന്നും ആയിക്കോളുന്നില്ല. കൃത്യ ഖിയാമത്ത് നമുക്ക് അറിഞ്ഞുകൂടാ. ഖിയാമത്ത് വരെയുള്ള ജീവിതം, ആ ജീവിതം ഭാസുരമായാൽ അപ്പുറത്തെ സമ്പൂർണ്ണ ജീവിതവും വിജയകരമായിരിക്കും. അതുകൊണ്ട് ഈ ജീവിതം വിജയപ്രദമാകാൻ വേണ്ടി സർവാത്മന നമ്മൾ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് വിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ചത്. ഇക്കാര്യത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ തന്റെ അനുചരന്മാരും സച്ചരിതരായ മുൻഗാമികളും ഏറെ ജാഗരൂകരായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മരിച്ചുപോയ ആളുടെ കാര്യത്തിൽ പരമാവധി ആളുകൾ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ ശ്രമിപ്പിക്കണം എന്നായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് ഹദീസിൽ വ്യക്തമാകുന്നത്. പരമാവധി ആളുകൾ മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതാണ് മയ്യിത്ത് നിസ്കാരത്തിലുള്ള പ്രാർത്ഥന. അത് വല്ലാത്തൊരു പ്രാർത്ഥനയാണ് മയ്യിത്ത് നിസ്കാരത്തിലുള്ള പ്രാർത്ഥന. ആ മരിച്ചവരുടെ വൈകാരിക ബന്ധമുള്ള ആളുകൾ, ആ നാട്ടുകാർ, സ്വന്തക്കാരും ബന്ധക്കാരും അവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന വല്ലാത്തൊരു പ്രാർത്ഥന. ആ ശുപാർശ എന്ന ഹദീസിലുള്ളത്. ആ മരിച്ചവർ പോകുന്ന ആളുകൾക്കുള്ള ആളുകൾ കൂട്ടം കൂടി പരമാവധി ആളുകളെ സംഘടിപ്പിച്ച് ഒരുമിച്ച് നിർത്തി അവരൊക്കെ മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ശഫാഅത്ത് ചെയ്യുന്ന, നിസ്കരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്നാണ് പരമാവധി ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത സമീപനം. ധാരാളം ഹദീസ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകത്തിലൂടെ കാലഘട്ടത്തിൽ നടന്ന എത്ര സംഭവങ്ങൾ. അന്നൊക്കെ കുറച്ച് ആളുകൾ ഓരോ പ്രദേശത്തുള്ളത്, ഇന്നത്തെ പോലെയല്ല. അൻ ഖുറൈബിൻ എന്ന ഹദീസ് പറയാം, മൗല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ പ്രഗത്ഭനായ സ്വഹാബി ഇബ്നു അബ്ബാസ് തങ്ങളവരുടെ മോചിപ്പിച്ച അടിമയുണ്ട് ഖുറൈബ്.
ഈ ഖുറൈബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു ഇബ്നു അബ്ബാസിന് അന്നഹു മാതലഹു ഇബ്നു ഖുദൈദ്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ മോന് ഖുദൈദ് എന്ന ഗ്രാമത്തിൽ വെച്ച് മരിച്ചു. ചെറിയ പ്രദേശം, കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ, ആളുകൾ അധികം ഇല്ലാത്ത സ്ഥലം. അങ്ങനെ മയ്യിത്ത് നിസ്കരിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഫഖാല ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിച്ചു, യാ ഖുറൈബ് ഉൻദുർ മജ്തമഉ ലഹു മിനന്നാസ് ഫതറഹു മിനന്നാസ്. ആൾക്കാർ എത്ര ഒത്തുകൂടിയോ നോക്കി, നിസ്കരിക്കാൻ പരമാവധി ആളായോ നോക്കി. ജാഗ്രത അവിടെ, പരമാവധി നിസ്കരിക്കാൻ ആളായോ? ഫഖാല അപ്പോൾ ഖുറൈബ് പറഞ്ഞു, ഫഖറജതു ഞാൻ ചെന്നു നോക്കി, ഫൈദ അന്നാസു ഖദസ്തമഉ അത്യാവശ്യം ആൾക്കാർ, ആ പ്രദേശത്തെ ആൾക്കാരൊക്കെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഫഅഖ്ബർതുഹു ഇബ്നു അബ്ബാസ് തങ്ങളോട് ഞാൻ ഇവർ അറിയിച്ചു. ഫഖാല അപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിച്ചു, ഒട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അറിവാവുന്ന ഒരു 14 ആളുകളൊക്കെ ഒത്തുകൂടുന്നത്. ആ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുദൈദ് എന്നുള്ള ഒരു ഗ്രാമത്തിൽ 40 ആളുകൾ സംഘടിച്ചു കൂടാറ് മഹാസംഭവ. 40ഓളം ആളുകൾ സംഘടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം എന്നാ ശരി, അഖ്റിജുഹു മയ്യിത്ത് പുറത്തേക്ക് പോയി മയ്യിത്ത് നിസ്കരിക്കാതെ. ഇത് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് തങ്ങളവർക്ക് പറയുകയാണ്, ഫഇന്നി സമഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചുപോയാൽ ഫയഖൂമു അലാ ജനാസതിഹി 40 റജുല, 40 ആളുകളെങ്കിലും ആ മയ്യിത്തിന് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചാൽ പരമാവധി ആളെ കിട്ടുന്ന ഒരു മിനിമം 40 ആളുകളുണ്ടെങ്കിൽ ഷഫഅഹുല്ലാഹു ഫീഹി, ആ ആളുകളുടെ ശുപാർശ, മയ്യിത്ത് നിസ്കാരം, ഈ മയ്യിത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലാഹു കബൂലാക്കുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. ആള് പരമാവധി മയ്യിത്ത് നിസ്കരിക്കാണ്ടോ? കാരണം മയ്യിത്ത് പ്രാർത്ഥന അമ്മാതിരി പ്രാർത്ഥന. ആ പ്രാർത്ഥന അള്ളാഹ് കബൂൽ ചെയ്യാണ്ട് ആള് കൂടുതലുണ്ടെങ്കിൽ അള്ളാഹു വേഗം കബൂലാക്കും എന്നാണ് ഈ ഹദീസ് പറയുന്നത്. വേറെ ഹദീസിൽ കാണാൻ എത്ര ഹദീസുകൾ. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി തങ്ങളുടെ തൊട്ട് ആയിഷ നബി പറയാണ്, മാ മിൻ മയ്യിത്തിൻ തുസല്ലി അലൈഹി ഉമ്മത്തു മിനൽ മുസ്ലിമീൻ, ഏതൊരു മുസ്ലിമായ മയ്യിത്തായ മനുഷ്യനും ഒരു മുസ്ലിമിന്റെ മയ്യിത്തും ആ മയ്യിത്തിന്റെ പേരിൽ ഒരു വലിയ സംഘം ആളുകൾ നിസ്കരിക്കുന്നു. യബ്ലുഗൂന മിഅ, മിനിമം ഒരു 100 ആളുകളെങ്കിലും ഉണ്ടെങ്കിൽ കുല്ലഹും യശ്ഫഉന ലഹു, ഈ ആളുകൾ ഒരുമിച്ച് ആ മയ്യിത്തിന് വേണ്ടി ശുപാർശ ചെയ്യാം. ഇല്ലാ ശുഫഉ ഫീ, അവരുടെ ശുപാർശ മയ്യിത്തിന്റെ കാര്യത്തിൽ കബൂലാക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. ഇങ്ങനെ ആളുകളെ നിസ്കരിക്കാൻ കൂട്ടണം, അവർ ശുപാർശ കബൂലാക്കുമെന്നാണ് പറയുന്ന ഒരുപാട് ഹദീസ്. വേറെ ഹദീസ് നബി തങ്ങൾ പറയുന്നുണ്ട്, മാ മിൻ മയ്യിത്തിൻ തുസല്ലി അലൈഹി സലാസത്തു സുഫൂഫ്, ഏതൊരു മുസ്ലിമായ മയ്യിത്തിന് വേണ്ടി ഒരു 3 സഫ് ആൾക്കാർക്ക് മയ്യിത്ത് നിസ്കരിക്കട്ടെ എന്നാൽ അവർ ശുപാർശ സ്വീകരിക്കും. ഇങ്ങനെയുള്ള ആകെ മൊത്തം ഹദീസുകൾ പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു അധ്യാപനം, ഒരു മയ്യിത്ത് നിസ്കാരത്തിൽ പരമാവധി ആളുകളെ സംഘടിപ്പിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മൾ മയ്യിത്തിനെ സ്നേഹിക്കുന്ന ആളുകളാണ് ചെയ്യണം എന്ന അധ്യാപനം. ഞാൻ എന്റെ പ്രിയപ്പെട്ട പൊന്നരജന്മാരോട്, ജ്യേഷ്ഠ സഹോദരന്മാരോട് സ്നേഹബുദ്ധിയായി ഇക്കാര്യം നമുക്ക് നമ്മുടെ സ്വന്തക്കാരും ബന്ധക്കാരും മരിച്ചു പോകാൻ നമ്മൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ പരമാവധി മുഅ്മിനീങ്ങൾ ആ ആൾക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യവും എല്ലാ വിട്ടുവീഴ്ചയും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അത് അടിസ്ഥാനപരമായ വിഷയം. അത് ഫസ്റ്റ് മയ്യിത്ത് നിസ്കാരം. തുടർന്ന് ഒരുപാട് അനുബന്ധ ചടങ്ങുകളുണ്ട്, കർമ്മങ്ങളുണ്ട്. മയ്യിത്തിനെ രക്ഷപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യേണ്ട ബാധ്യസ്ഥരാണ്. എന്റെ ഉപ്പാക്ക് എന്തെങ്കിലും ഒരു ശത്രുവിന്റെ പക്ഷത്തിന് ഒരടി ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ എന്റെ ജ്യേഷ്ഠന്മാർ ചെറുച്ചു, എന്റെ ഉപ്പാക്ക് എന്റെ ഉമ്മാക്ക് ചെറിയ ചീത്ത വിളികൾക്ക് ഞാൻ ഇഷ്ടപ്പെടുമല്ലോ. എങ്കിലും എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരെ, നമ്മുടെ ഉമ്മ കബറിലേക്കാ പോകുന്നത്, നമ്മുടെ ഉപ്പ കബറിലേക്കാ പോകുന്നത്, നമ്മുടെ മോള് കബറിലേക്കാ പോകുന്നത്, നമ്മുടെ മോള് കബറിലേക്കാ പോകുന്നത്. അവിടെ മുങ്കർ നക്കീറാണ് വരുന്നത്. മുങ്കർ നക്കീറിന്റെ കയ്യിൽ ഭീകരന്മാരാണ് ഹദീസിന്റെ വാക്കിലെ വാർത്തകൾ മനസ്സിലാക്കുക. 2 കണ്ണുകളുടെ സ്വഭാവം, അവിടെ മുഖത്തിന്റെ രൗദ്രഭാവം, അവിടെ കയ്യിലുള്ള ദണ്ഡിന്റെ ശക്തി, അവരുടെ ഭീകരമായ രൂപം. ഈ രൂപത്തിൽ 2 മലക്കുകൾ വന്നിട്ട് ഈ ആളെ ഏകാന്തനായ സഹോദരിയെ പിടിച്ചുകൊണ്ട്, ഏകാന്തനായ സുഹൃത്തിനെ പിടിച്ചുകൊണ്ട് ആ വിജയമായ പ്രദേശത്ത് വെച്ച് ആ ഇരുട്ടറയിൽ വെച്ചുകൊണ്ട് പിടിച്ചിരുത്തിക്കൊണ്ട് കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട് ആൻസർ ക്ലിയർ അല്ലെങ്കിൽ അവിടെ വെച്ച് തുടങ്ങുന്നു ഭീകരമായ ഖബർ മുങ്കർ നക്കീറിന്റെ ചോദ്യവും ലോകത്താര നിഷേധിച്ചു.
മുജാഹിദ് നിഷേധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ജമാഅത്ത് നിഷേധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. തബ്ലീഗ് നിഷേധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഷിയാക്കൾ നിഷേധിക്കുന്ന ഒരു കക്ഷി നിഷേധിക്കുന്നില്ലല്ലോ. എല്ലാ വിഭാഗവും യാഥാർത്ഥ്യമായി കബറിൽ ഉണ്ടെങ്കിലും ചോദ്യം സ്ഥാപിക്കല്ലേ. അവിടെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്ക് ഒരു അക്രമവും ഒരു മൂലനവും ഒരു പ്രയാസവും വരരുത് എന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധി നമ്മുടെ ഉമ്മാനോട് ഇഷ്ടമുണ്ടെങ്കിൽ, ഉപ്പാനോട് ഇഷ്ടമുണ്ടെങ്കിൽ, മോനോട് ഇഷ്ടമുണ്ടെങ്കിൽ, മരിച്ചുപോയ നാട്ടുകാരോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ മയ്യത്തിന് വേണ്ടി ശുപാർശ സ്വീകരിക്കപ്പെടാൻ അള്ളാഹു ശുപാർശ സ്വീകരിക്കുമെന്ന് വാക്കുകളുണ്ട് ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അതിനാവശ്യമായ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നാണ് പ്രാഥമികമായ മര്യാദ. ഞാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് എന്നൊരു കാര്യം ഓർക്കുകയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ സഹോദരന്മാരെ, മയ്യിത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ അതൊക്കെ വെറുതെ ഒരു കൺഫ്യൂഷൻ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലുണ്ടാക്കിയ ഒരു മയ്യിത്തിന്റെ പേരിൽ മയ്യിത്ത് നമസ്കരിക്കേണ്ടതാണ്. ഇവിടെ സ്വീകരിച്ചൊരു സമീപനം ഒരു ഉമ്മ മരിച്ചു, അതൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അനുഗ്രഹിക്കും പറഞ്ഞു. ഇവിടെ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല, കബറടക്കാൻ പാടില്ല, അങ്ങോട്ട് സമീപനമല്ലോ. ഈ പ്രദേശത്ത് ആരും മരിച്ചവരുടെ കബറടക്കും, മുസ്ലിങ്ങളൊക്കെ കബറടക്കും. ഏത് മുജാഹിദും ഏത് ജമാഅത്തും എല്ലാവരെയും കബറടക്കാനുള്ള നമ്മുടെ മക്കളിൽ ആളുകൾ വിവേചനം കാണിക്കുന്നത് എല്ലാവരും കബറടക്കും. എല്ലാവർക്കും മയ്യിത്ത് നിസ്കാരം നടക്കാനുള്ള ഒരു പ്രശ്നമല്ല. എല്ലാവർക്കും വേണ്ടി എല്ലാ പ്രാർത്ഥനകൾക്ക് ആവശ്യമാണ് എല്ലാ സൗകര്യവും പ്രാർത്ഥനകളും നടത്തി കൊടുക്കും. കാരണം നമ്മൾ വിശാല മനസ്കാരം അവർക്കൊക്കെ മഹത്വം കൊടുക്കട്ടെ എന്നുള്ള ചിന്തയാണ് അവരങ്ങനെ തെറ്റിപ്പോയി. അങ്ങനെ മയ്യിത്ത് ഘട്ടത്തിൽ നിസ്കാരത്തിന് പറ്റി പൊതുവെ ഒരു മസ്അലുണ്ട്. അഭിമതനായ ഫൈസി നിങ്ങളുടെ ഖത്തീബ് സൂചിപ്പിച്ച കാര്യമല്ല. ഏത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോ ഇമാമ് നിൽക്കുന്ന ആള് മുബ്തദിയോ ഫാസിഖോ ഒന്നും ആകാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ മസ്അല. അതൊക്കെ ആദികൾ പറയേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കേണ്ട മസ്അലല്ലേ. മുബ്തദി എന്ന പുതിയ ചിന്ത, പുതിയ ആശയമുള്ള ആള്, പുതിയ ആശയങ്ങളാണ് ഇമാമ് നിൽക്കാതെ മാറി നിൽക്കുകയാണ് വേണ്ടത്. ഒരു യഥാർത്ഥ ദീൻ സുന്നത്ത് ജമാഅത്തിന്റെ ആ ചട്ടപ്രകാരം ജീവിക്കുന്ന വിശ്വാസമുള്ള ആളാണ് ഇമാമ് നിൽക്കേണ്ടത്. സാമാന്യ മര്യാദ. അതുപോലെ ഫാസിഖാകാൻ പാടില്ല. തമ്മാടി ഒരു മദ്യപാനിയാണ്, ഒരു നിസ്കരിക്കാത്ത മനുഷ്യനാണ്, ദീനീകാരൻ ചിട്ടല്ല, തങ്ങൾക്ക് ആൾക്കാരൊന്നും പിടിച്ച് ഇമാമാക്കാൻ പാടില്ല. ഇമാമ് നിൽക്കേണ്ടത് അള്ളാന്റെ ദീനുമായി ബന്ധപ്പെട്ട ആളാണ് എന്ന് മാത്രമല്ല, അത്തരം ആളുകളെയാണ് തുടർന്ന് നിസ്കരിക്കൽ നമുക്ക് സുന്നത്തുള്ളത് എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനം വാദം പ്രകടിപ്പിക്കുന്നുണ്ട്. മരിച്ച മക്കളാണ് നിസ്കരിക്കുന്നത്, മക്കളാണ് നിസ്കരിക്കുന്നത്. ഷാഫി മദ്ഹബിൽ അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് എന്റെ സുഹൃത്തുക്കൾ ഞാൻ കാര്യം പറയട്ടെ. മരിച്ച ആൾക്ക് വേണ്ടി മക്കൾ നിസ്കരിക്കേണ്ടത് എന്ന് ഷാഫി ഫിഖ്ഹിലെ മസ്അലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നിഷേധിക്കുന്നു. അതേസമയം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ആളുകൾ മരിച്ചിട്ടുണ്ടാവും. മിക്കവാറും നിങ്ങളുടെ ആളുകൾക്ക് മരിച്ച ആളുകളുടെ മരിച്ചു നിങ്ങൾ മക്കളായിരിക്കില്ല. നമ്മുടെ കിതാബിൽ അങ്ങനെ തന്നെ ഉള്ളത്. മിക്കവാറും പള്ളിയിലെ ഉസ്താദായിരിക്കും, അല്ലെങ്കിൽ പാലക്കാട് തങ്ങന്മാരോ വല്ല സ്വാധീനങ്ങളോ അഹിർബൈത്തോ ആരെങ്കിലും അവരെക്കാണ് ഇമാമ് നിൽക്കുക. മക്കളായിരിക്കുമല്ലോ ഇമാമ് നിൽക്കുക. എന്താ വിഷയം? നിങ്ങൾ ഈ മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമത്തിനുള്ള ക്രെഡിറ്റ് ഒരു വലിയ അഭിമാന വിഷയം കൊണ്ടെടുക്കേണ്ട വിഷയമല്ല. മരിച്ച ആൾക്ക് ഉപകാരം കിട്ടാൻ കൂടുതലുള്ളതാണ്. അതിന് സ്വാലിഹായ ആളുകളെ മയ്യിത്ത് നിസ്കരിക്കണം. നല്ല സദ്വസ്തരായ പ്രാർത്ഥിക്കാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ മിനിമം അർത്ഥറിയണ്ടേ? പ്രാർത്ഥിക്കുമ്പോ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, പൊറുത്തു കൊടുക്കണേ അല്ലാഹ്, അല്ലാഹുമ്മ ഇർഹംഹു, എന്റെ ഉപ്പാക്ക് വാത്സല്യം കാണിക്കണേ അല്ലാഹ്, അല്ലാഹുമ്മ ആഫിഹി, എന്റെ ഉപ്പാക്ക് സുഖം കൊടുക്കണേ അല്ലാഹ്, വഅഫു അൻഹു, എന്റെ ഉപ്പാക്ക് ഒരുപാട് അപാകത വന്നിട്ടുണ്ട്, മാപ്പ് കൊടുക്കണേ അല്ലാഹ്. ഇങ്ങനെ പ്രാർത്ഥിക്കും. മനസ്സ് തട്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നന്നായിട്ട് അതിന്റെ അർത്ഥമൊക്കെ അറിയുന്ന, അതിന്റെ കൃത്യമായി അള്ളാഹുവിനോട് പറയാൻ കുറച്ചൊക്കെ യോഗ്യത നമ്മുടെ കൂട്ടത്തിൽ തോന്നുന്ന സ്വാധീനങ്ങളായ ആളുകളായി ഇമാം നിൽക്കുന്നത് നമ്മൾ നിർത്താറുള്ളത്. അപ്പൊ നിർത്താറുള്ളത് എന്ന് പറയുമ്പോ പിന്നെ ശാഫി മദ്ഹബിന്റെ സ്വന്തക്കാരാണ് മയ്യിത്ത് നിസ്കരിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തക്കാരാണ് മയ്യിത്ത് നിസ്കരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന സ്ഥലത്തിന് എനിക്ക് കാരണം പറഞ്ഞിട്ടുണ്ട്. ലിശഫഖതിഹി, ഇവന്റെ വാത്സല്യം കൊണ്ട് ഓന്റെ ദുആക്ക് കൂടുതൽ ഇജാബത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നല്ല മനുഷ്യനാണ്, നല്ല മോനാണെങ്കിൽ ആ മകന് മറ്റ് നല്ല ആളുകളെക്കാൾ കൂടുതൽ കിട്ടും. സ്വന്തം മകനും നല്ലതാണെങ്കിൽ കുറച്ചുകൂടി പ്രാർത്ഥനയ്ക്ക് പരിഗണന കിട്ടും. നേരെ മറിച്ച് മകൻ തമ്മാടിയാണെന്ന് വിചാരിക്കും, മകൻ പുതിയ ചിന്തക്കാരനാണ് വിചാരിക്കുക. പുതിയ ചിന്തക്കാർക്കും തമ്മാടികൾക്കും അല്ലാണ്ടെങ്കിൽ കബൂലിയത്തില്ല സുഹൃത്തുക്കളെ. അവരെക്കാൾ എത്രയോ ഈ മയ്യിത്തിനോട് ശഫഖത്തും മയ്യിത്തിന് ദുആക്ക് ഇജാബത്ത് കിട്ടാനും ഫലപ്രദമാരാണ് സ്വാലിഹീങ്ങളായ ആളുകളാണ്.
അതുകൊണ്ട് തന്നെയാണ് ഷാഫി മദ്ഹബിന്റെ മസ്അലയിൽ തന്നെ പറയുന്നുണ്ട്, മയ്യിത്ത് നിസ്കരിക്കേണ്ടത് മയ്യിത്തിന്റെ അടുത്ത കുടുംബാംഗങ്ങളാണ്, സ്വന്തക്കാർ, മക്കളാണ്, ഉപ്പയാണ്, ഇതൊക്കെ പറയുന്ന സ്ഥലത്ത് പറയുന്നുണ്ട് അവർ തന്നെ നിസ്കരിക്കണമെന്നാവും നായിബുഹു, അവർ നിശ്ചയിക്കുന്ന പകരക്കാർക്ക് നിസ്കരിക്കാം. ഷാഫി മദ്ഹബിൽ മകനാണ് മയ്യിത്ത് നിസ്കരിക്കാൻ അർഹത, ശരി. അതേ സ്ഥലത്ത് തന്നെ നന്മ കൊണ്ട്, മഹത്വം കൊണ്ട് യോഗ്യരായ ആളുകളെ കിട്ടുമെങ്കിൽ ആ മകൻ എന്ത് ചെയ്യാം, തന്നേക്കാൾ യോഗ്യരായ നല്ല സ്വാലിഹികളായ ആളെ കിട്ടുമെങ്കിൽ ആ നായിബുഹു, ആ പകരക്കാർക്ക് മുൻഗണന കൊടുക്കാം, പകരക്കാരെ നിയമിക്കാം. ഷാഫി മദ്ഹബിൽ മസ്അല അംഗീകരിക്കുന്നു. അതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണക്കാർ, വിവരം കുറഞ്ഞ ആൾക്കാർ അവർ ഉമ്മാനെ വഹിച്ചിരിക്കില്ല, അവർ പല വൈദ്യം സുന്നതായിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ക്ലാസ്സിക്കൊന്നാവൂല. കുറച്ചുകൂടി സ്വാലിഹി നമ്മുടെ പള്ളിയുടെ ഉസ്താദ് നല്ല ഉസ്താദാണ്. അതായത് നമ്മളെ എല്ലാ സൂഫി നല്ല വലിയ മൂപ്പരെ കൊണ്ട് മത്സരിക്കുക, നിങ്ങൾ എന്റെ അമ്മക്ക് മത്സരിക്കട്ടോ, നിങ്ങൾ വിറങ്ങ് മുന്നേ സൂഫിക്ക് പറഞ്ഞിട്ടോ, നേരത്തെ പറഞ്ഞേക്കും. അല്ലെ തങ്ങന്മാർ അഹുൽപ്പെട്ട ആരെങ്കിലും കിട്ടുമെങ്കിൽ ഇത് അതിന്റെ അമ്മ മരിച്ചിട്ടുണ്ടോ, ഒന്ന് മത്സരിക്കാൻ പറഞ്ഞു മാറിക്കൊടുക്കും. നിങ്ങൾക്കറിയുമോ അഭിവന്ദനായ കൊടുക്കുമാറാകട്ടെ, സ്വന്തം അനുജൻ അഭിവന്ദനായ സുന്നി യുവജന സംഘത്തിന്റെ അധ്യക്ഷൻ മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ, സുന്നത്ത് ജമാഅത്തിന്റെ പടവാള, അല്ലാഹു നവ്വറല്ലാഹു മർഖദഹു, അവരുടെ കാരണം സ്വർഗ്ഗപൂങ്കാവനായ മഹാനായിട്ട് അഭിവന്ദനായ പാണക്കാട് തങ്ങളാണ് തങ്ങൾ വരട്ടെ എന്ന് നിസ്കരിക്കാം. എന്താ നിങ്ങൾ പറയുന്നത്? മയ്യിത്തിന് പ്രധാനം, മയ്യിത്തിന് ഇജാബത്ത് കിട്ടുന്ന ആൾ ഇമാമ് നിൽക്കാനുള്ളതാണ്. അത് സ്വാലിഹീങ്ങളായ ആളുകൾ, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളുകൾ, സ്വന്തക്കാരാണ്, അവകാശികൾ എന്ന് പറഞ്ഞിടത്തവരുണ്ട്. ഔ നായിബു, അവർക്ക് വേണമെങ്കിൽ പകരക്കാരൻ നിശ്ചയിക്കാം. നമ്മുടെ മഹാന്മാരുടെ ചരിത്രം നമ്മുടെ കിതാബിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്വാലിഹീങ്ങളായ ആളുകൾക്ക് മുൻഗണന കൊടുക്കുക എന്നതാണ് ഇസ്ലാമിലെ മസല. അതങ്ങനെ തന്നെ മസല കൃത്യമായി പറയുന്നുണ്ട്. തുഹഫയിൽ പറയുന്ന മസല നിങ്ങൾ പരിശോധിച്ചു നോക്കി. തുഹഫയിൽ എത്ര വ്യക്തമായിട്ടാണ്, എത്ര സുവ്യക്തമായിട്ടാണ് മസല പറയുന്നത്. ഫയുഖദ്ദമുൽ അബു, ആടെ മസല അനുസരിച്ച് ബാപ്പാക്ക് മുൻഗണന കൊടുക്കണം. മകനെ മരിച്ചെങ്കിൽ ബാപ്പ മയ്യിത്ത് നിസ്കരിക്കട്ടെ, വാപ്പയെ നിസ്കരിച്ചതെങ്കിൽ മരിച്ചതെങ്കിൽ മകൻ മയ്യിത്ത് നിസ്കരിക്കട്ടെ. പക്ഷെ അവിടെ തന്നെ പറയുന്നു ഐ ഔ നായിബുഹു, അല്ലെങ്കിൽ വാപ്പ നിശ്ചയിക്കുന്ന പകരക്കാരൻ, അല്ലെങ്കിൽ മകൻ നിശ്ചയിക്കുന്ന പകരക്കാരൻ. കമാ ഖാലഹു ഇബ്നുൽ മുഖരി, ഇബ്നുൽ മുഖരി എന്നവർ പറഞ്ഞതുപോലെ എന്ന് ഷർവാനി 3-ാം വാല്യം 155-ാം പേജിൽ പറയുന്നു. അപ്പൊ ആ മസ്അല കേട്ടിട്ട് മരിച്ച മകനെ നിസ്കരിക്കണം, ചാടി വീണ് വിവരമില്ലാത്ത ആൾക്കാർ നിസ്കരിക്കട്ടെ. ഞാൻ നമ്മുടെ കാര്യത്തിന് വേണ്ടിയാ പറയുന്നത്. തമ്മാരിയാണ്, ഞാൻ മര്യാദക്ക് 5 നേരം നിസ്കരിക്കുക പോലും ചെയ്യാത്ത മനുഷ്യനാണ്, ഞാനല്ലപ്പോ എന്റെ മകൻ ശുപാർശ ചെയ്യാൻ അർഹത, മഴ ഇഷ്ടമൊക്കെ എനിക്കുണ്ട്, ബാക്കിക്ക് മാറി കൊടുക്കുക. നല്ല സ്വാലിഹായ മനുഷ്യനുണ്ടെങ്കിൽ, പള്ളിയിലെ ഉസ്താദ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ കൊണ്ടൊന്ന് നിസ്കരിപ്പിക്കുക. ഉസ്താദ് എങ്ങനെ നിസ്കരിക്കണം? അതാണ് ഉമ്മാനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ഫിഖ്ഹിന്റെ മസ്അല, അതാണ് ഷാഫി മദ്ഹബിന്റെ മസ്അല, അതാണ് നമ്മുടെ മഹല്ലിന് നടപ്പായിക്കൊണ്ടിരിക്കുന്ന മസ്അല. ഷാഫി മദ്ഹബിന്റെ ഫിഖ്ഹിന്റെ മസ്അല മാറ്റി വെച്ചിട്ട് നമ്മളിങ്ങനെ സ്വയം ഓരോ ആളുകളെ ഏൽപ്പിക്കല്ല. ഇത് മര്യാദക്ക് അത്തഹിയാത്ത് പോലും അറിയാത്ത, മര്യാദക്ക് ഫാത്തിഹ പോലും അക്ഷരങ്ങൾ വ്യക്തമാക്കി ഉച്ചരിക്കാൻ കഴിയാത്ത അത്തരം ആളുകൾക്കാണ് ചില സ്ഥലത്ത് ഇമാമ് കയറി നിൽക്കുന്നത്. അവിടെ ആലിമീങ്ങളുണ്ടെങ്കിൽ, സ്വാധീനങ്ങളുണ്ടെങ്കിൽ, ഫിഖ്ഹിന്റെ മസല പറയുന്നത് ഏത് ജമാഅത്തിനും അവിടേക്ക് ഇമാമത്തിന് അറിവ് പ്രധാനമാണ്. ഇതുപോലെ തന്നെ മയ്യിത്ത് നിസ്കാരം, ഫാത്തിഹ ഫർളല്ല സുഹൃത്തുക്കളെ. ഫാത്തിഹന്റെ ഉച്ചാരണം വലദ്ദാല്ലീൻ എന്ന് പറയുന്നത് തന്നെ അല്ലാഹുവിന്റെ ഉച്ചാരണം എവിടെ നിന്ന്? അല്ലാഹു ഉച്ചരിക്കേണ്ട ഭാഗമുണ്ട്, അത് മാറി ലാ ആയാൽ നിസ്കാരം ബാത്തിലായി, ഫാത്തിഹ പോയി, ഫാത്തിഹ നിസ്കാരം പോയി. ഇമാമിന്റെ നിസ്കാരമായി മഅ്മൂമിന്റെ നിസ്കാരം എന്തായിരിക്കും? നിന്റെ മരിച്ച ഉപ്പാക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്, ഉമ്മാക്കാണ് നിസ്കരിക്കുന്നത്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ മയ്യിത്തിനെ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൃത്യമായി നമ്മുടെ മനസ്സിൽ ചിത്രം ഇങ്ങനെ തെളിയണമെങ്കിൽ ആ ഫാത്തിഹന്റെ അർത്ഥം ഇങ്ങനെ അറിയണം, തഫ്സീർ ഇങ്ങനെ അറിയണം. അത്രയും ക്വാളിറ്റി കൂടും, പ്രാർത്ഥനയ്ക്ക് ഭക്തി കൂടും. അപ്പൊ ഷാഫി മദ്ഹബിലെ മസ്അല മരിച്ചവന്റെ സ്വന്തക്കാർ തന്നെ നിസ്കരിക്കണം, അല്ലെങ്കിൽ സ്വന്തക്കാർ ഏൽപ്പിക്കുന്ന ആളുകൾ നിസ്കരിക്കണം. നമ്മൾ സ്വാലിഹീങ്ങളെ മക്കളെ ഏൽപ്പിക്കാൻ എന്താ കാരണം? സാധാരണഗതിയിൽ അത് സ്വന്തക്കാരായ മക്കൾ അത്രമാത്രം ക്വാളിറ്റി ഉള്ള ആളുകൾ അല്ലാതിരിക്കുമ്പോൾ പകരക്കാരായ യോഗ്യരായ ആളുകൾ ഏൽപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതല്ലേ സംവിധാനം സഹോദരന്മാരെ? പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ എങ്ങനെ ഈ ഷാഫി മദ്ഹബ് അംഗീകരിക്കാൻ പറ്റുക? ഞാൻ ചോദിക്കണം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ, ജമാഅത്തെ ഇസ്ലാമിന്റെ ആളുകൾ, അവർക്ക് ഷാഫി മദ്ഹബിന്റെ മസ്അല പറയേണ്ട ആവശ്യമില്ല. അവർ ഖുർആനും സുന്നത്തുമല്ലേ? ഷാഫി മദ്ഹബിന്റെ മസ്അല സ്വീകരിക്കുന്നവർ മറ്റ് മദ്ഹബിന്റെ മസ്അല സ്വീകരിക്കുന്ന സുന്നികളല്ലേ? മദ്ഹബിന്റെ കിതാബുകൾ സ്വീകരിക്കാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. ഖുർആൻ നേരിട്ട് സുന്നത്തും നേരിട്ട് സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് കൃത്യമായി പച്ചയായി പറയുന്നവരാണല്ലോ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനങ്ങൾ.
അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയ ഷാഫി മദ്ഹബ് പ്രശ്നം അവർക്ക് എടുക്കാൻ പറ്റുമോ? അവർ ഖുർആനും ഹദീസും പറയട്ടെ. ഖുർആനും ഹദീസും പരിശോധിക്കുകയാണെങ്കിൽ ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവിടെ മരിച്ച മദീനത്ത് മരിച്ച ആൾക്കാർക്ക് മയ്യിസ്കരിച്ചത്. നിങ്ങൾ ഹദീസ് നോക്കാൻ മരിച്ചവന്റെ മോനെ വിളിച്ചുകൂട്ടിക്കൊണ്ട് നിൽക്കല്ല, എടാ നിസ്കരിക്കാൻ എന്റെ അമ്മ മരിച്ചല്ലേ എന്റെ അപ്പ മരിച്ചല്ലേ മക്കളെ കൊണ്ട് നിസ്കരിപ്പിച്ചിട്ടില്ല. അവിടെ അള്ളാന്റെ റസൂൽ ഈ മാനദണ്ഡ ഏറ്റവും യോഗ്യനാരാണ് ദുആക്കയുടെ ശഫാഅത്ത് കിട്ടുന്ന ആളാരാണ്? ഹദീസുകളങ്ങ് പരിശോധിച്ച് നോക്കി. മയ്യിത്ത് കൊണ്ടുപോകും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മയ്യിത്ത് നിസ്കരിക്കുന്നത്. ഇതാ മയ്യിത്തിന് കടണ്ട് കിട്ടോ, ഈ മയ്യിത്തിന് കടണ്ടെങ്കിൽ ഞാൻ നിസ്കരിക്കുക, ഞാൻ ഇമാമക്കടയും ചെയ്യണം, മയ്യിത്തിന്റെ കടബാധ്യത ഏറ്റെടുക്കുന്നത്. എത്ര കേസാ ഹദീസിലുള്ളത്, എത്ര സംഭവങ്ങളാണ് ഹദീസിലുള്ളത്, എത്രയാണ് തങ്ങൾ ഇമാമുന്നത് നോക്കുന്നത്. സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അൻ സമുറഖ ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു ഖാൽ സല്ലൈതു വറഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല ഇംറഅത്തിൻ മാത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്ന് ഞാൻ മയ്യിത്ത് നിസ്കരിച്ചു. നബി തങ്ങളെ ഇമാമ്, നബി തങ്ങളെ മകൾക്കും മകനൊന്നും വേണ്ടിയിട്ടില്ല. അല ഇംറഅത്തിൻ മാത ഫി നിഫാസിഹാ, പ്രസവിച്ച് ബ്ലീഡിംഗ് ആയി രക്തസ്രാവം കൂടി ഒരു പാവപ്പെട്ട സഹോദരി മരിച്ചുപോയി. ആ സഹോദരിക്ക് നബി തങ്ങളെ ഇമാമെന്ന് മയ്യിത്ത് നിസ്കരിച്ചത്. ഞാൻ അന്ന് ഇമാമിനെ നബി തങ്ങളെ തുടർന്ന് നിസ്കരിച്ചിട്ടുണ്ട്. ഫഖാമ വസ്തഹ, അപ്പൊ നബി തങ്ങൾ മയ്യിത്തിന്റെ മധ്യത്തിലാണെന്ന് ഒരു മസ്അലയാണ്. മുത്തഫഖുൻ അലൈഹി ഹദീസ, ബുഖാരി മുസ്ലിമിന്റെ ഹദീസ. ആണിന്റെ പേരിലാ മയ്യിത്ത് നിസ്കരിക്കണമെങ്കിൽ ആണിന്റെ തലന്റെ ഭാഗത്താണ് നിൽക്കേണ്ടത്. പെണ്ണിന്റെ പേരിലാ മയ്യിത്ത് പെണ്ണിന്റെ സെന്ററിലാണ് നിൽക്കേണ്ടത്. ഇതൊക്കെ ഇസ്ലാമിന്റെ മസലെ. അപ്പൊ ആ സ്വഹാബി പറയാ, സമുദ്രത്തിൽ റളിയല്ലാഹു അൻഹു പറയാ, ആദരവായ റസൂൽ അപ്പൊ നിസ്കരിച്ചത് ഇമാം നിന്നിട്ട് നിസ്കരിച്ചപ്പോ മയ്യിത്തിന്റെ മധ്യഭാഗത്താണ് നിസ്കരിച്ചത്. അള്ളാന്റെ റസൂലായ ഇമാം ആ സ്ത്രീയുടെ മകനോ മകളോ ഉപ്പയെ ഉമ്മാനെ വിളിച്ചുകൊണ്ടതല്ല. വേറെ ഹദീസൊക്കെ ആസിലത്തുൽ അസ്ഖാഇ റളിയല്ലാഹു അൻഹു ആ സ്വഹാബിവരൻ പറയുകയാണ്, സ്വല്ല ബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കൂട്ടി മയ്യിത്ത് നിസ്കരിച്ചു. കണ്ടോ റസൂലുള്ളാഹി ഇമാമക്കള്. അല റജുലുൻ മിനൽ മുസ്ലിമീൻ, നബിന്റെ മകനോ മകൾക്കോ അല റജുലുൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങപ്പെട്ട സ്വഹാബിക്ക് വേണ്ടിയാണ് നബി തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കുന്നത്. ഫസമഅതുഹു യഖൂൽ, അപ്പൊ നബി തങ്ങൾ ആ മയ്യിത്ത് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നത് കേട്ടു. അല്ലാഹുമ്മ ഇന്ന ഫുലാന ബിന ഫുലാൻ ഫീ ദിമ്മതിക, പടച്ചോനെ ഇന്ന വ്യക്തിയുടെ മകൻ ഇന്ന വ്യക്തി നിന്റെ കൈവശമാണിപ്പോൾ. വഹബിൽ ജിവാരിക്ക, നീയുമായി ബന്ധപ്പെട്ട നിന്റെ കസ്റ്റഡിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഫഖ്ഹി മിൻ ഫിത്നത്തിൽ ഖബർ, അല്ലാഹുവേ ഈ സഹോദരനെ ഖബറിന്റെ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വഅദാബുൻ നാർ, നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വഅൻത അഹ്ലുൽ വഫാ, നീ കരാർ പൂർത്തീകരിക്കാൻ അർഹനാണ്. അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുവേ അയാൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. വറഹംഹു, അല്ലാഹുവേ വാത്സല്യം കാണിക്കണേ അല്ലാഹ്. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ വളരെ പുറത്തു കൊടുക്കുന്നവനും ദയാലുവായിട്ട് കാണിക്കുന്നവനുമാണല്ലോ എന്നിങ്ങനെ തങ്ങൾ ആ മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹ് ഹദീസ് പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ മയ്യിത്ത്. ഖുർആനും ഹദീസിലേക്ക് മടങ്ങണമെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ പ്രവാചക മാതൃകയെ നേരിട്ട് സ്വീകരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഷാഫി മദ്ഹബിലേക്ക് മുഴുവൻ ഷാഫിയുടെ ഒരു വക്കത്താ നോക്കരുത്. ഷാഫി മുഴുവൻ മുദ്ഹബ് മുഴുവൻ നോക്കിയിട്ട് എടുക്കുന്നെങ്കിൽ ആ മയ്യിത്ത് നിസ്കരിക്കേണ്ടത് മകൻ തന്നെയല്ല, മകനേക്കാൾ നല്ല യോഗ്യരായിട്ടുണ്ടെങ്കിൽ മകൻ ചെയ്യാ പകരക്കാരൻ നിശ്ചയിക്കാം. ഇങ്ങനെ മനസ്സിലാ, അതാ ഷാഫിയുടെ പൂർണ്ണരൂപം. അങ്ങനെയാണ് ആളുകൾ ചെയ്തു വരുന്നത്, സ്വാധീനങ്ങൾ ചെയ്തു വരുന്നത്. നേരെ മറിച്ച് ഷാഫി മദ്ഹബിൽ തന്നെ മുഴുവൻ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഭാഗികമായി എടുക്കാൻ നിങ്ങൾക്ക് അർഹതയില്ലല്ലോ. യഥാർത്ഥത്തിൽ നിങ്ങൾ ഖുർആൻ സുന്നത്ത് സ്വീകരിക്കുകയാണെങ്കിൽ ആദരവായ റസൂലുള്ളാഹിന്റെ ജീവിതചര്യല്ലേ നിങ്ങൾ പിൻപറ്റേണ്ടത്. എത്ര ഹദീസുകളാണ്. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, സ്വഹാബിയ. കാരണം അദ്ദേഹം പറയുന്നു, സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ജനാസ, ഒരു ജനാസയുടെ മേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. മയ്യിത്ത് ഇമാം റസൂലുള്ളാഹി. എന്നിട്ട് ഫഹഫിൽതു മിൻ ദുആഇഹി, തങ്ങൾ മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാനിങ്ങനെ കേട്ടു, കൃത്യമായി ഞാനൊന്ന് മനഃപ്പാഠമാക്കി. വഹുവ യഖൂൽ, തങ്ങൾ ഇങ്ങനെ പറയാണ്, അല്ലാഹുമ്മഗ്ഫിർ ലഹു, ഈ മയ്യിത്ത് പുറത്തു കൊടുക്കണേ അല്ലാഹ്. വറഹംഹു, ഈ മയ്യിത്തിന് വാത്സല്യം കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. വആഫിഹി, ഈ മയ്യിത്തിന് സുഖം കൊടുക്കണേ അല്ലാഹ്. വഅഫു അൻഹു, ഈ മയ്യിത്തിന് മാപ്പ് കൊടുക്കണേ അല്ലാഹ്. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പറയുന്ന ആ സകലമായ പ്രാർത്ഥനയും അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു വആഫിഹി വഅഫു അൻഹു വഅഖിൽ നുസ്ലഹു, ഈ മയ്യിത്തിനെ നീ അവിടെ ഖബറിൽ ചെല്ലുന്ന സമയത്ത് നീ അതിഥിയായി സ്വീകരിച്ചാദരിക്കണേ അല്ലാഹ്. വവസ്സി മദ്ഖലഹു, ആ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഖിൽ നുസ്ലഹു വവസ്സി മദ്ഖലഹു വഗ്സിൽഹു ബിൽ മാഇ വൽസൽജി വൽ ബർദ്, അല്ലാഹുവേ മയ്യിത്തിനെ നീ കഴുകി ശുദ്ധിയാക്കണമോ, നല്ല മഞ്ഞിന്റെ കണങ്ങൾ കൊണ്ട് കഴുകി ശുദ്ധിയാക്കണം. ഒരു പാപവുമില്ലാത്ത വിശുദ്ധനായ മനുഷ്യനാക്കണം ആക്കണേ അല്ലാഹ്.
വെള്ള വസ്ത്രം, തൂവെള്ള വസ്ത്രത്തിൽ അഴുക്ക് പുരണ്ടാൽ അത് കഴുകി ശുദ്ധിയാക്കിയാൽ എത്രമാത്രം വെണ്മ ഉണ്ടാവുമോ അതുപോലെ വെണ്മയുള്ള വിധത്തിൽ ഈ മയ്യിത്തിനെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ആ പ്രാർത്ഥന കൂട്ടത്തിൽ പറയുക, അല്ലാഹുമ്മ, അല്ലാഹുവേ നീ കൊടുക്കണമോ, അദ്ദേഹത്തിന് കൊടുക്കണം. ഈ മയ്യിത്തിന് സ്വന്തം വീട് എത്ര സുഖകരമായിരുന്നെങ്കിലും അതിനേക്കാൾ നല്ല ഭവനം അവിടെ കൊടുക്കണേ അല്ലാഹ്. വാഹിറൻ ഖൈറൻ മിൻ അഹ്ലിഹി, ആ കുടുംബത്തെക്കാളും നല്ല കുടുംബത്തെ നീ കൊടുക്കണേ അല്ലാഹ്. അതിനൊക്കെ വ്യാഖ്യാനം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഭാര്യയാണ് മരിച്ചതെങ്കിൽ ഭർത്താവിന് അവിടെ ചെല്ലുന്ന സമയത്ത് ഭർത്താവിന് കൂടുതൽ ക്വാളിറ്റിയുള്ള നല്ല സ്വഭാവത്തോട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാണ് പ്രദാനം ചെയ്യണേ എന്നാണ് അർത്ഥം. അങ്ങനെ ആറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്റൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹുൽ ജന്ന, ഈ മയ്യിത്തിനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ഖബറിന്റെ ശിക്ഷയിൽ നിന്നും കുഴപ്പത്തിൽ നിന്നും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഇങ്ങനെ തങ്ങൾ പ്രാർത്ഥിക്കുന്ന അതിനെ കൃത്യമായി കേട്ട് പഠിച്ചു വെച്ചു. ഈ പ്രാർത്ഥന ഇങ്ങനെ കേട്ടപ്പോ മഹാനായ സ്വഹാബി വര്യൻ പറയുകയാണ്, ഔഫൂർ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നി തമന്നയിത്തു, ഞാൻ കൊതിച്ചു പോയി, ആ മരിച്ചാണ് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹുവിന്റെ റസൂലല്ലേ ഈ പ്രാർത്ഥിക്കുന്നത്, എന്തോ ഒരു പദവിയാണ് കിട്ടാമോ. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാ. ഇങ്ങനെ സകലമാണ് ഹദീസിനെ പരിശോധിച്ച് നോക്കിയാലും എന്റെ പ്രിയപ്പെട്ട മക്കൾ നിസ്കരിച്ചു നല്ല ഹദീസിൽ കാണുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ അള്ളാഹിന്റെ ഹബീബായുള്ള മാതൃക ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിച്ചു എന്നാണ് കാണുന്നത്. എന്തേ പ്രശ്നം? മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനും സുന്നത്തുമാണ് ഞങ്ങൾ പിൻപറ്റുന്നത്, ഞങ്ങൾ മദ്ഹബിന്റെ കിതാബ് സ്വീകരിക്കുക എന്ന് പറയുന്ന ഈ ആളുകൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പള്ളിയിലെ ഇമാമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെ ഇമാമാണ്. അതുകൊണ്ട് ആ മൂന്ന് മദ്ഹബുകളും ഷാഫി മദ്ഹബ് ഈ ആശയാണ് നോക്കുന്നത്. ഏറ്റവും യോഗ്യൻ അല്ലാഹുവിന്റെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂൽ തന്നെ നിസ്കരിക്കേണ്ടത്. കാരണം റസൂലിന് ഏറ്റവും യോഗ്യത, മയ്യിത്തിന് ഏറ്റവും ഉപകാരം കിട്ടുന്ന റസൂലിന്റെ ആവുമ്പോഴാണ്. അതുകൊണ്ട് മറ്റ് മൂന്ന് മദ്ഹബുകളും പറഞ്ഞത് മയ്യിത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ മുൻഗണന കൊടുക്കേണ്ടത് വാലി കൃത്യമായി പറയുന്നുണ്ടല്ലോ. മയ്യിത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ മുൻഗണന കൊടുക്കേണ്ടത് നമ്മുടെ മദ്ഹബിന്റെ കിതാബുകൾ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. വൽ ഖദീം, ഷാഫി മദ്ഹബിലെ പഴയ അഭിപ്രായം, വബിഹി ഖാൽ അയിമ്മത്തു സലാസ, മറ്റ് മൂന്ന് മദ്ഹബിന്റെ ഇമാമുകളും ഹനഫി, ഹംബലി, മാലിക്കി അവരൊക്കെ പറയുന്നത് അൽ ഔല, മയ്യിത്തിന് ഇമാം നിസ്കരിക്കാൻ ഏറ്റവും നല്ലത് വാലി, ഇസ്ലാമിക ഭരണാധികാരിയാണ്. കാരണം റസൂലുള്ളാഹിയാണ് നിസ്കരിച്ചത്. ഫ ഇമാമുൽ മസ്ജിദി, ഇസ്ലാമിക ഭരണാധികാരി ആ രാജ്യത്തിലെങ്കിൽ പള്ളിയെ ഇമാമ. ഫൽ വലിയു, മൂന്നാം സ്ഥാനമാണ് മരിച്ചവന്റെ അടുത്ത കുടുംബാംഗം. തുഹഫ 3-ാം വാല്യം 153-ാം പേജിൽ പറയുന്നു. ഇതാണ് മറ്റ് മദ്ഹബുകളൊക്കെ പറയുന്നത്. അപ്പൊ ആ മദ്ഹബുകളുടെ മൊത്തം ആശയം എന്താ? നേർക്ക് നേർ ഹദീസിൽ കണ്ടെന്താ? റസൂലുള്ളാഹി നിസ്കരിച്ചത് അവിടുത്തെ ഭരണാധികാരിയാണ്, ഇമാമാണ്, അവർക്ക് മുൻഗണന കൊടുക്കുക. നമ്മുടെ മദ്ഹബിൽ പറയുന്നത് മയ്യിത്തിന് അടുത്ത ബന്ധം വേണ്ടത്. അതെന്താ അവരുടെ ഗവേഷണ ഫലം? കാരണം അന്ന് റസൂലുള്ളാഹിക്കാണ് ഏറ്റവും നിസ്കരിച്ചാൽ ഈ മയ്യിത്തിന് ഗുണം കിട്ടുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി. ഇന്ന് നിസ്കരിച്ചാൽ ഏറ്റവും മയ്യിത്തിന് ഗുണം കിട്ടുക മയ്യിത്തിന്റെ മക്കൾ നല്ല സ്വാലിഹീങ്ങളാണെങ്കിൽ അവരാ, അവർ മക്കൾ നിസ്കരിക്കട്ടെ. അതുകൊണ്ട് ഈ മക്കൾ യോഗ്യതയുള്ള ആളുകളല്ലെങ്കിലോ അപ്പൊ നിസ്കരിക്കാൻ അവിടെ തന്നെ മസ്ല വെച്ചു, നായിബുഹു, മാറി നിന്ന് കൊടുക്കണം, പകരക്കാരെ വെച്ചു കൊടുക്കാം എന്ന് മസ്ല രേഖപ്പെടുത്തിയത്. ഈ തരത്തിലല്ലേ കൃത്യമായ ഷാഫി മദ്ഹബിലെ തന്നെ മസ്അല ഖുർആനും സുന്നത്തും സ്വീകരിക്കേണ്ട ആളുകൾ വിലയിരുത്തേണ്ട വിഷയമല്ലേ സുഹൃത്തുക്കളെ? അതൊക്കെ ഇരിക്കെ ഇമാം നിസ്കരിക്കുന്ന ആൾ ബിദ്അത്തിന്റെ അഹ്ലികാരാണെങ്കിലോ ആ ജമാഅത്തിൽ പങ്കെടുത്ത ജമാഅത്തിലെ പ്രതിഫലമോട് കൂട്ടില്ല നമ്മൾ ഷാഫി മദ്ഹബിന്റെ കിതാബുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ഒക്കെ പുറത്ത് ഒരു മഹല്ല് ജമാഅത്ത്, അവിടെ സംവിധാനം, ഒരു ഖാദി, ഒരു ഖത്തീബ്, ഒരു കമ്മിറ്റി, പൗരപ്രധാനികൾ, അവരൊക്കെ ആ നാട്ടിലെ രീതി അനുസരിച്ച് ഒരു മയ്യിത്ത് കൊണ്ടുവന്ന് നിസ്കരിക്കുമ്പോ അവിടെ നിസ്കരിക്കാൻ പൊതു നന്മ അനുസരിച്ച് തന്നെ മയ്യിത്തിന്റെ ഗുണം മാത്രമല്ല പൊതു മസ്ലഹത്തിൽ നാട്ടിൽ മയ്യിത്തിന്റെ കാര്യത്തിലെ കുഴപ്പമുണ്ടാക്കുന്നത്. അവിടെ ഏറ്റവും യോഗ്യനും അർഹനായ പൊതുവെ കൂടി ആലോചിച്ച് യോഗ്യരായ ആളുകളെ മയ്യിത്ത് നിസ്കരിക്കാൻ ഏർപ്പെടുകയല്ലേ വേണ്ടത്? ഇതല്ല സുഹൃത്തുക്കളെ അള്ളാന്റെ ദീൻ പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഒരു വലിയ വിഭാഗം ആളുകൾക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ തന്നെ മയ്യിത്ത് നിസ്കരിക്കും ഇമാമായിട്ട് എന്ന് പറഞ്ഞൊരു ബിദ്അത്തിന്റെ തെറ്റായ ആശയക്കാരൻ സ്വന്തം ഉമ്മാന്റെ മയ്യിത്ത് നിസ്കരിച്ചിട്ട് കുറെ ആളുകൾ മാറി നിൽക്കുന്നു. ആ ആളുകൾ നീ വേറെ നിസ്കരിക്കാൻ, നിങ്ങൾ നിസ്കാരം എന്റെ ഉമ്മാക്ക് വേണ്ട എന്ന് പറഞ്ഞ് മയ്യിത്ത് കൊണ്ടുപോകുന്നത് ആ ഉമ്മാനോട് ചെയ്യുന്ന കടുത്ത അപരാധമല്ലേ സഹോദരന്മാരെ? ഉമ്മ പൊറുക്കോ?
ആ ഉമ്മ കബറിന്റെ ലോകത്ത് വെച്ചത് പൊറുക്കോ? നീ സിയാറത്തിന് ചെല്ലുകയാണെങ്കിൽ ഉമ്മ കാണൂലേ? മരിച്ചു തന്നെ അവസാനിച്ചു തന്നെ വിചാരിക്കുന്നത്. ഹദീസ് സ്വഹീഹ ഹദീസ് ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ 4ാമത്തെ ഘട്ടം അടുത്ത ജീവിതമാണ് ഖബറിന്റെ ജീവിതം. ഇവരൊക്കെ അംഗീകരിക്കുന്ന ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലും തന്റെ ഫത്താവയിൽ ഉദ്ധരിച്ച സ്വഹീഹായ നബി തങ്ങൾ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ പറയുന്നു, ഏതൊരു മുഅ്മിനായ മനുഷ്യനും ഖബറിൽ കിടക്കുന്ന ഖബറാളിയായ തന്റെ മുഅ്മിന്റെ അരികിലൂടെ കടന്നുപോയാൽ, ആ ഉമ്മാന്റെ ഖബറിങ്ങിലേക്കൊന്ന് പോയാൽ, ഉപ്പാന്റെ ഖബറിങ്ങിലേക്കൊന്ന് പോയാൽ, മോന്റെ ഖബറിങ്ങിലേക്കൊന്ന് പോയാൽ, എന്നിട്ട് സലാം പറഞ്ഞ് സിയാറത്ത് തിരിച്ചു പോവുകയാണെങ്കിൽ ഹദീസിൽ പറയുകയാണ്, ആ ഖബറാളി ജീവിതകാലത്ത് ഇവനെ കണ്ടാൽ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഇല്ലാ അറഫഹു, ഈ സിയാറത്തിന്റെ വേളയിൽ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലല്ലേ പറയണത്. നമുക്ക് ഉമ്മാന്റെ ഖബറിലേക്ക് പോകണ്ടേ? അതിന്റെ മോനെ, ഉമ്മാക്ക് കിട്ടുന്ന വലിയൊരു ശുപാർശ ഉമ്മാന്റെ കുട്ടി എന്തിനാ ഒഴിവാക്കിയത്? ആ ഉമ്മ പറയില്ലേ? ആ ഉമ്മ നമ്മൾ തിരിച്ചറിയല്ലേ? ആ ഉമ്മാക്ക് വേണ്ട ഒരു വിട്ടുവീഴ്ച, നിങ്ങൾക്ക് ഉപ്പാക്ക് വേണ്ട ഒരു വിട്ടുവീഴ്ച. നിങ്ങൾ മുജാഹിദ് ആകാൻ പാടില്ല, ആ ഫസ്റ്റ് അതാ വേണ്ടത്. ജമാഅത്തുകാരനാകാൻ പാടില്ല, തബ്ലീഗുകാരനാകാൻ പാടില്ല. പഴച്ച ഒരു പ്രസ്ഥാനത്തിനും അകപ്പെട്ടു പോകാൻ അതൊക്കെ അപകടകരമായ മാർഗം. നിസ്കരിക്കണല്ലേ, നോമ്പെടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ, അപകടകരമായ മാർഗമാണ്. വിദഅത്തിന്റെ മാർഗത്തിൽ അകപ്പെട്ടാൽ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകാതിരിക്കാനുള്ള എല്ലാ ചാൻസുമുണ്ട്. മഹാന്മാരായ ഇമാമുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ആഖിബത്ത് മോശമാകാൻ വലിയ കഷ്ട. ആലിമീങ്ങൾ അപമതിക്കുന്ന ആളുകൾ ആഖിബത്ത് നാശമാകാൻ കാരണം സാധ്യത വളരെ കൂടുതലുണ്ട്. സ്വാലിഹ് ഗുരുവര്യന്മാരെ അപമാനിക്കുന്ന ആളുകൾ, നിന്ദിക്കുന്ന ആളുകൾ, അവരൊക്കെ ആഖിബത്ത് മരിക്കുമ്പോൾ ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരുപാട് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈമാൻ സലാമത്താകണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ യോഗ്യരാകണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ ദീനിന്റെ യഥാർത്ഥ മാർഗം സ്വീകരിച്ച ആളുകളാകണ്ടേ. ഇല്ലെങ്കിൽ അപകടകരമായ മാർഗത്തിലല്ലേ നമ്മൾ ചെന്നുപെട്ടിരിക്കുന്നത്. ഇനി ബൈ ചാൻസ് അങ്ങനെ ചെന്ന് പെട്ടു എന്ന് വിചാരിക്കാം. ഞാൻ അങ്ങനെ മുജാഹിദായി പോയി. ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനോ, മുജാഹിദ് യഥാർത്ഥത്തിൽ 10 കൊല്ലം മുമ്പാണെങ്കിൽ മുജാഹിദിൽപ്പെട്ട ഒരാൾക്ക് തിരിച്ചു വരാൻ ഒരുപാട് സാധ്യത കുറവുണ്ടായിരുന്നു. വാശി, അങ്ങനെ പോകട്ടെ എന്നൊക്കെ. ഇന്ന് അള്ളാന്റെ ദീനിനെ ഭയപ്പെട്ടുകൊണ്ടും ആഹർത്തെ വിചാരിച്ചുകൊണ്ടാണ് ഒരാൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പോയത് എങ്കിൽ അത്തരം ആളുകൾക്ക് പുനരാലോചന നടത്താനുള്ള എല്ലാ സൗകര്യവും എല്ലാ സാധ്യതയും ഇന്ന് കേരളത്തിലുണ്ട്. എന്തേ പ്രശ്നം? മുജാഹിദ് പ്രസ്ഥാനത്തെ ചിത്രം അത്ര ദയനീയമാണ്. ഈ കാലമത്രയും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത് എന്താ? അല്ലാഹുവല്ലാതെ മഹാത്മാക്കളായ ആളുകൾക്ക് മറഞ്ഞ നിലയിൽ ഒരു നിലക്കും ഇവിടെ ഇടപെടാൻ കഴിയില്ല. മരിച്ചാലൊക്കെ കഴിഞ്ഞു അവർ കാഴ്ചപ്പാട്. മരിച്ചാൽ അവർ പോയി. ഈ ഭൗതിക ലോകവുമായി ഇടപെടാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയാൽ നശിച്ചുപോയാൽ വെറുതെ മിഥ്യാധാരണ. മരിക്കുമ്പോൾ മാത്രമല്ല, ജീവിതകാലത്ത് തന്നെയും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ബന്ധപ്പെടാനുള്ള കഴിവ് അള്ളാഹു മഹാത്മാക്കൾ കൊടുത്തിട്ടുണ്ട്. അത് ജീവിതകാലത്തുണ്ട്, വഫാത്തായ ശേഷമുണ്ട്. അൽ ഇസാബ ഫി തംയീസ് സ്വഹാബ 3-ാം വാല്യത്തിൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ആധികാരികമായ ചരിത്രങ്ങൾ മാത്രം സ്വഹാബത്തിന് ക്രോഡീകരിച്ച ഗ്രന്ഥമാണ്. ആരും നിഷേധിക്കാത്ത ചരിത്ര വസ്തുത ആ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട്. അദ്ദേഹം പറയുന്നു, ജഹ്സ ഉമർ ജയ്ഷൻ, മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവർ ഒരു സൈനിക സംഘത്തെ തയ്യാറാക്കി നിയോഗിച്ചു. നഹാവന്തി എന്ന് പറയുന്ന അതിവിദൂരമായ രാജ്യത്തേക്കാണ് ഒരു സൈനിക സേനയെ അയക്കുന്നത്. അവരുടെ ലീഡർഷിപ്പ്, ആ സൈനിക സമൂഹത്തിന്റെ നായകനായി ഒരു വ്യക്തിയെ നിയോഗിച്ചു. ആ വ്യക്തിയുടെ പേര് സാരിയ റളിയല്ലാഹു അൻഹു. അപ്പൊ സാരിയ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈനിക സമൂഹത്തെ നഹാവന്താനി വിദൂരമായ ദിക്കിലേക്ക് യുദ്ധത്തിനായി എന്റെ പ്രിയപ്പെട്ട പിതാവ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവർ നിയോഗിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഖുതുബയിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് ഖുതുബയുടെ ഇടയ്ക്ക് പറയുന്നു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ, സാരിയ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് മാറി നിൽക്കണം, പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് മാറി നിൽക്കണം. 3 തവണ ആവർത്തിച്ച് ഖുതുബയുടെ ഇടയിൽ പറയുന്നു.
സാരിയ പള്ളിയിലില്ല, സാരിയ പ്രസംഗപീഠത്തിന്റെ മുന്നിലില്ല, സാരിയ മദീനയിലില്ല, സാരിയ മക്കത്തില്ല, സാരിയ അതിവിദൂരമായ ദിക്കായ നഹാവന്തിലേക്ക് യുദ്ധത്തിന് പോയ യുദ്ധസംഘത്തിന്റെ സൈനിക നായകനാണ്. ഇതെന്താണ് ഓമർ ഫാറൂഖ് തങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയത്? ആർക്കും ഒന്നും മനസ്സിലായില്ല. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ യുദ്ധസംഘത്തിലെ ഒരു പ്രതിനിധിയെ മഹാനായ സാരിയ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പറഞ്ഞയക്കുന്നു, തിരിച്ചയക്കുന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങളോട് സംഭവങ്ങൾ വിശദീകരിക്കാൻ. ആ ദൂതൻ വന്നപ്പോൾ തന്നെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, എന്തൊക്കെയാണ് നിങ്ങൾ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ ആ ദൂതൻ പറഞ്ഞു, ഫഹുസിംന, മഹാനായ അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾ യുദ്ധം ചെയ്തു, ഞങ്ങൾ പരാജയത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഘട്ടം, ആളുകൾ ഷഹീദായി കൊണ്ടിരിക്കുന്ന ഘട്ടം, മഹാനവരുടെ നിങ്ങൾ വിളി ഞങ്ങൾ കേട്ടു. യാ സാരിയാൽ ജബൽ അൽ ജബൽ അൽ ജബൽ, പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് മാറി നിന്ന് ഒറ്റക്കെട്ടായി പ്രതികരിക്കണം, യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആ നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് യുദ്ധത്തിന്റെ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് മാറി നിന്ന് യുദ്ധം ചെയ്തപ്പോൾ ഫഹസംനാഹും ബിഇദ്നില്ലാഹ്, അവരെ മുഴുവനും ഞങ്ങൾക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചു. യുദ്ധത്തിൽ ഞങ്ങൾ നിങ്ങളുടെ നിർദ്ദേശം കേട്ടടിസ്ഥാനത്തിൽ വിജയം വരിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ സൈനിക ലീഡർ മഹാനായ സാരിയ റളിയല്ലാഹു അൻഹു എന്നെ പറഞ്ഞു വിട്ടതാണ് എന്ന് പറഞ്ഞുവെന്ന് കൃത്യമായി ആധികാരികമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ശറഹുൽ അഖായിദ് പോലുള്ള ആധികാരിക ഗ്രന്ഥങ്ങളിൽ സംഭവം അങ്ങനെ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ബന്ധം മഹാത്മാക്കൾക്ക് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് പുറത്തുള്ള ആളുകളുമായി ആശയവിനിമയം നടത്താൻ സാധിക്കും. അവർക്ക് ഈ നിയന്ത്രണങ്ങളും പരിധികളും പരിമിതികളും ഒന്നുമില്ല സഹോദരന്മാരെ. ഇത് മരണാന്തരം ഇതേപോലെ നടക്കും. മരിച്ചു തന്നെ നശിച്ചു എന്നുള്ള ധാരണ മാറ്റിവെക്ക്. അത് മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിച്ച തെറ്റായ ആശയം നിങ്ങൾ വഞ്ചിതരാകുന്ന സുഹൃത്തുക്കളെ. കൃത്യമായി തഫ്സീർ റാസിയിൽ കാണാൻ എത്ര സംഭവങ്ങൾ മരിച്ച ശേഷത്തെ കുറിച്ച് പറയുന്നു. വലമ്മാ ഹുമില ജനാസത്തുഹു റളിയല്ലാഹു അൻഹു, മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നബി തങ്ങളുടെ റൗളയുടെ ഉള്ളിലേക്കാണ് സിയാറത്ത് ഖബറിലെക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായല്ലോ. റസൂലുള്ളാഹിന്റെ ഖബർ ആയിഷ ബീവിന്റെ റൂമിലാ. ആ ഖബറോടെ ഖബറടക്കം നടത്തി. ഇത് ആയിഷ ബീവിന്റെ പ്രൈവറ്റ് സ്ഥലം. പിന്നീട് നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ട് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ എന്റെ സഹോദരൻ ഈസ നബി അലൈഹിസ്സലാം ഒരു കാലത്ത് ആകാശത്ത് നിന്ന് ഇറങ്ങി വരും, ഇസ്ലാമിക ഭരണം കാഴ്ചവെക്കും, അദ്ദേഹം മദീനയിൽ വെച്ച് മരിക്കും. എന്റെ സഹോദരൻ ഈസന്റെ ഖബർ ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 2 ഖബറായി അവിടെ. ഈ ആ റൂമിൽ 2 ഖബറിന സ്ഥലമുള്ളത്. അത് പിന്നെ വഫാത്തായ ആയിഷയുടെ ഉപ്പേ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് അക്ബറിനെ അവിടെ ഖബറിലൊക്കെ റസൂലുള്ളാഹിന്റെ തൊട്ടിപ്പുറത്ത് ഖബറിലൊക്കെ തീരുമാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പോകാനും തങ്ങൾക്കും സിദ്ദീഖുൽ അക്ബറും ഉമർ ഫാറൂഖിനൊക്കെ ഒരുമിച്ച് സലാം പറയാനും അവരൊക്കെ നമ്മൾ കേൾക്കും, തിരിച്ചറിയും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പല തവണ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വലമ്മ ഹുമില ജനാസത്തുഹു റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ജനാസയുമായി ആയിരക്കണക്കിന് സ്വഹാബിവരന്മാർ നബി തങ്ങളുടെ റൗളന്റെ മുന്നിലേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഒരശരീരി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്കർ ബിൽ ബാബ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങേക്ക് സലാം ഉണ്ടാകട്ടെ. ഇതാ അങ്ങനെ പാവപ്പെട്ട കൂട്ടുകാരനായ ഈ എളിയവനായ അബൂബക്കർ സിദ്ദീഖ് നിങ്ങളുടെ വാതിൽക്കൽ വന്ന് സമ്മതം ചോദിക്കുന്നു, സമ്മതത്തിനായി കാത്തിരിക്കുന്നു. അങ്ങോട്ട് കടന്നു വന്നോട്ടെ നബിയെ, സമ്മതം ചോദിക്കുകയാണ്. ഈ ഘട്ടത്തിൽ മറുഭാഗത്തുനിന്ന് മറുപടി, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിന്റെ അടുത്തേക്ക് പ്രവേശിക്കുകയും പ്രവേശനാനുമതി കൊടുക്കുകയും. അപ്പുറത്ത് റസൂലുള്ളാഹിന്റെ പ്രതികരണം. എന്നിട്ട് അവിടെ ഖബറിലേക്ക് മയ്യത്ത് കൊണ്ടുപോയി വെച്ചതെന്ന് തഫ്സീർ റാസിയിൽ ആധികാരികമായി ഉദ്ധരിക്കുന്നു. മരിച്ചു എന്ന് ശരി. മഹാത്മാക്കൾ ആത്മീയ ലോകത്ത് ഈ ഭൗതിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും കൈയാളുന്നുണ്ട്. എത്ര സംഭവങ്ങൾ ആ ചരിത്രത്തിൽ കാണാൻ സാധിക്കുക. ഹദീസുകൾ എത്ര അവർ ഈ കാലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ, ഈ ലോകത്തോട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കല്ലേ. ഇപ്പോ നമ്മൾ എന്നും ഓതുന്ന സൂറത്ത് യാസീൻ, മരിച്ചടുത്ത് ഓതുന്ന സൂറത്തായ യാസീൻ, മരണാസന്ന രോഗികൾക്ക് ഓതുന്ന സൂറത്ത് യാസീൻ. ആ സൂറത്ത് യാസീൻ പറയുന്നതിന്റെ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക പ്രബോധകന്റെ ചരിത്രം. ഒരു പ്രദേശത്ത് ഇസ്ലാം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ നിരന്തരം ശത്രുക്കളെ കൊണ്ട് ആക്രമിക്കപ്പെട്ടു. അവസാനം അറുകൊല ചെയ്യപ്പെട്ട ഒരു രക്തസാക്ഷിയാണ് മഹാനായ ഹബീബുൻ നജ്ജാർ. ഹബീബുൻ നജ്ജാറിനെ കശാപ്പ് ചെയ്യപ്പെട്ടു. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ഖീല ദുഖുലുൽ ജന്നഹ് ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അദ്ദേഹത്തോട് പറയപ്പെട്ടു, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയും ഷഹീദ അള്ളാന്റെ മാർഗ്ഗത്തിൽ ദീൻ പ്രബോധനം ചെയ്ത് ദീനിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ദീനൊരു പോർന്ന് മേൽക്കാൻ പറ്റുന്ന കഠിനമായ ചിന്തയോടുകൂടി
ദീനിന്റെ സംരക്ഷണം അത് അതേപടി നിലനിർത്തണം, അടുത്ത തലമുറയ്ക്ക് കൈമാറണം, ഇതിൽ ഭംഗം വരുത്താൻ പറ്റില്ല എന്ന വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവത്തോടുകൂടി ആദർശ രംഗത്ത് ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് വലിയ സ്ഥാനമാണ് പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് മരിച്ച ക്ഷണത്തിൽ പറയുന്നു, ഉദ്ഖുലുൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും. ആ മരിച്ച മനുഷ്യന് ആഗ്രഹം ഖുർആനാ പറഞ്ഞത്. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ആ മനുഷ്യനപ്പ പറയുകയാണ്, യാ ലൈത ഖൗമി യഅലമൂൻ, ഈ ദുനിയാവിനെ കുറിച്ചാണ് ചിന്ത. എന്റെ നാട്ടുകാർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ബിമാ ഗഫറ ലി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് പൊറുത്തു തന്ന കാര്യം, വജഅലനി മിനൽ മുക്രമീൻ, ആദരണീയരായ മഹാന്മാരുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളിച്ച കാര്യം ഈ നാട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ജസ്റ്റ് മരിച്ചിട്ടുള്ളൂ. ഇവിടെ കുറിച്ചാ ചിന്ത. മഹാത്മാക്കൾ വലിയ ഔന്നത്യത്തിലാണ്, വലിയ സ്ഥാനമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാർ, സ്ഥാനമാനങ്ങളിലാണ്. എന്തൊരു പരിഗണനയാണ്. അവർ ഈ ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ഈ മറഞ്ഞ വഴിക്ക് ഉപകരണ മഹാത്മാക്കളിൽ നിന്ന് തബറുക്കും തവസ്സുലും ഇസ്തിഗാസയൊക്കെ നമ്മൾ അംഗീകരിക്കാൻ കാരണം, ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കൾക്ക് നമുക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുമോ? എന്നാ മഹാത്മാക്കൾക്ക് സാധിക്കും. പാലക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ മരിച്ചുപോയി. നവ്വറല്ലാഹു മർഖദ, അല്ലാഹുവിന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നമ്മൾ ഒരുപാട് മഹല്ലുകളെ സ്ഥാപിക്കുക. സംസ്ഥാന മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ എന്നൊരു പദവി മാത്രമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, തങ്ങളോട് മരിച്ച ഒരാളെ പറ്റി ഉദാഹരണം പറയാം. എത്രയോ ആളുകൾ ആ തങ്ങൾ പാപ്പാന്റെ ദുആ ചെയ്യിപ്പിക്കാൻ പോകാറുള്ളത്. അദ്ദേഹത്തിന്റെ അഭിമന്യനായ പിതാവ് പാലക്കാട് പൂക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സുബ്ഹുൽ അസീദ്, അവരൊക്കെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. എത്രയോ ആളുകൾ ആ ദുആ ചെയ്യിപ്പിക്കാൻ പോകാറുള്ളത്. എന്തേ അവർ ദുആ ചെയ്യിപ്പിക്കാൻ അവർ സമീപിക്കുന്നത്? അവർ ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട് നമ്മൾ കാണാം. മഹാത്മാക്കൾക്ക് അള്ള കൊടുത്തൊരു പ്രത്യേകത ആദരവാണത്. അവർ ദുആ ചെയ്താൽ ആ ദുആക്ക് പരസ്പരം ദുആ ചെയ്യണമെന്നില്ല. ചില മഹാത്മാക്കൾ അത് വേണ്ട എന്നൊരു കൊട്ട് അത് വേണ്ട, സാരല്ല, അത് സാരല്ലാതാകുക. എത്ര എത്ര സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഞാൻ ഉദാഹരണമാണ് സഹോദരന്മാരെ. ഈ കോട്ടക്കൽ ആതിർശ്ശേരി ഭാഗത്തുനിന്ന് പാലക്കാട് പൂക്കോയത്തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കുളിക്കാൻ പോയ ഭാഗത്തുനിന്ന് പാമ്പ് കയറിക്കൂടി ആ പെണ്ണിനെയും കൊണ്ട് പാലക്കാട് പൂക്കോയത്തങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് ആ രക്ഷപ്പെടുത്താൻ അപേക്ഷിച്ചൊരു സംഭവ ചരിത്രം പറയുന്നുണ്ട്. അനുഭവസ്ഥരായ ആളുകളല്ലേ കാണുന്നത്. ഇന്നും അതിന് അനുഭവസ്ഥരായ ആളുകളില്ലേ. കാരണം പാമ്പ് ശരീരത്തിൽ കയറി ചുറ്റിക്കൂടിയാൽ എന്ത് ചെയ്യും? പാമ്പിനെ കൊല്ലാൻ പറ്റുമോ? പെണ്ണ് രക്ഷിക്കാൻ പാമ്പാറ്റ കൊത്തിയാലോ പെണ്ണിനെ കഴിഞ്ഞില്ലേ? ഒരു രക്ഷാമാർഗം നമ്മുടെ മുമ്പിലില്ലല്ലോ പെണ്ണ് രക്ഷപ്പെടുത്താൻ. അവിടെ കൊണ്ടുപോയി പാലക്കാട് പൂക്കോയത്തങ്ങൾ ക്ഷണത്തിൽ അത് സ്വീകരിച്ചില്ല എന്നാ പറഞ്ഞത്. അതിവിടെ വേണ്ടങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുക. ആ ഒരു പാലക്കാട് പൂക്കോയത്തങ്ങളെ ഉമ്മ ജീവിച്ചിരുന്ന കാലത്താണ് പറഞ്ഞത്. ഉമ്മനോട് കരഞ്ഞു പറഞ്ഞു, ഒന്ന് മോളെ കാര്യത്തിൽ ഇടപെടാൻ പറയണമെന്നപ്പോ ഉമ്മ പറഞ്ഞു, മോനെ ഒന്ന് എന്തെങ്കിലും ചെയ്തു കൊടുത്തതാണ്. പാലക്കാട് പൂക്കോയത്തങ്ങൾ എഴുന്നേറ്റിട്ട് അപ്പുറത്ത് രണ്ടരക്കാർ നിസ്കരിച്ചിട്ട് ഒരു ദുആ ചെയ്ത് പുറത്തിറങ്ങി വന്നപ്പോഴേക്ക് രണ്ട് കീരി തലങ്ങും വലങ്ങും പറന്നു വന്നിട്ട് ഈ പാമ്പ് രണ്ട് വെട്ടയിട്ടിട്ട് കീരികൾ അപ്രത്യക്ഷമായി ആ പെണ്ണുകൾ തിരിച്ചു കൊണ്ടുപോയി. ഇതൊക്കെ എന്താ സംഭവം? മാജിക്കല്ല. അള്ളാഹുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സഹോദരന്മാരെ, അവരൊരു കാര്യം വേണം വെച്ച് വിചാരിച്ച് റബ്ബിനോട് പറഞ്ഞാൽ അത് സംഭവിക്കും. അത് സംഭവിക്കും. അതാണ് ഇസ്ലാമിക ലോകത്തെ മഹാത്മാക്കൾക്ക് അള്ളാഹുമായി അത്ര വലിയ ബന്ധമുണ്ട്, അത്ര വലിയ അടുപ്പമുണ്ട്. അതിന് പരിമിതിയൊന്നുമില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം നാട്ടിൽ വെച്ച് മറഞ്ഞ വഴിക്ക് വെച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ വിചാരിച്ച കാര്യവും അവർക്കുള്ള ആദരവ് കൊണ്ട് പടച്ചറപ്പ് നടപ്പാക്കി കൊടുക്കും. അതുകൊണ്ട് മഹാത്മാക്കളെ കണ്ട് ദുആ ചെയ്യിപ്പിക്കുന്ന രീതി, അത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വരെ മഹാത്മാക്കളെ മരണാനന്തരം അവരെ സമീപിച്ചുകൊണ്ട് അവിടെ വെച്ച് ദുആ ചെയ്താൽ ആ ദുആക്ക് ഫലമുണ്ട്. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ തുടങ്ങി വെച്ചതല്ല. അതൊക്കെ മഹാന്മാരായ സച്ചരിതരായ മുൻഗാമികൾ തുടങ്ങി വെച്ചതാ. സച്ചരിതരായ മുൻഗാമികൾ 1, 2, 3 നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകൾ അവർ നല്ലവരാരും മോശമല്ലോ അംഗീകരിക്കാൻ പറ്റില്ല. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ലവർ എന്റെ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ്. പിന്നെ അടുത്ത നൂറ്റാണ്ടുകാരാണ്. സുമ്മല്ലദീന യലൂനഹും പിന്നെ തൊട്ടടുത്ത 3-ാം നൂറ്റാണ്ടുകാരാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ ആദരവായ റസൂലല്ലേ പറഞ്ഞത്. ആ 1, 2, 3 നൂറ്റാണ്ട് ജീവിച്ച അവരൊക്കെ ഇങ്ങനെ മഹാത്മാക്കളെ സമീപിച്ച ആളുകൾ അത് വായിച്ചിരിക്കുക. മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട ആളുകളാണ്. മഹാത്മാക്കളെ ഖബറുകളിൽ പോയവരാ. സഹാബത്തിന്റെ ചരിത്രം നമുക്ക് ഇഷ്ടംപോലെ ഹദീസിലുണ്ട്. തൊട്ടടുത്ത 2-ാം തലമുറയിൽപ്പെട്ട മഹാനല്ലോ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഷാഫി മദ്ഹബിലെ ഇമാം, മഹാനായ ഇമാം ഷാഫിഈ. ഇമാം ഷാഫി തങ്ങൾ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കി. മഹാനായ ഇമാം ഷാഫി തങ്ങൾ അദ്ദേഹത്തിന്റെ താരീഖിൽ കാണുന്നു,
ഇമാം ഷാഫി തങ്ങൾക്ക് ജീവിതത്തിലൊരു പ്രശ്നം വന്നാൽ എത്ര വലിയ മഹാനായ പണ്ഡിതനായ ഇമാം ഷാഫി തങ്ങൾ, അദ്ദേഹത്തിന് എത്ര പുണ്യമാണ്. ലോകത്തുള്ള മുസ്ലിം ജനകോടികൾ ഇന്നും അദ്ദേഹത്തിന്റെ മദ്ഹബല്ലേ സ്വീകരിക്കുന്നത്. മൂപ്പര് ക്രോഡീകരിച്ച മദ്ഹബാണ്. എത്രയാണ് പ്രതിഫലത്തിന്റെ കട്ടി പറഞ്ഞു കൂട്ടാൻ പറ്റില്ല. അമ്മാതിരി മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. പക്ഷെ അത്ര വലിയ ഇമാം ഷാഫി തങ്ങൾ തനിക്കൊരു പ്രശ്നം നേരിട്ടാ എന്താ ചെയ്തിരുന്നതെന്നോ? ഷാഫി ഇമാമിന്റെ താരിഖിൽ പറയുന്നത്, ഷാഫി ഇമാം അവരെ കാലത്ത് ജീവിക്കുന്ന ഒരു വലിയ മഹദിണ്ട്, സൂഫിയത്തായ മഹദിണ്ട്, നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹ. അതാ നഫീസത്ത് ബീവിന്റെ മാനപ്പാട്ടൊക്കെ നമ്മുടെ മൗലിദിന്റെ കിതാബിലുണ്ട്. ചൊല്ലുവാൻ സനത്തിനാല് 100 ചാതുറുഫാത്തെ ജപതനിൽ ഫക്കായ മക്ക ദിക്കതില്ലൂദീത്തെ. ചൊല്ലുവാൻ സനത്തിനാല് 100 ചതുർഫത്ത് ജപതനിൽ 145 വിശുദ്ധ മക്കയിൽ ജനിച്ച മഹദിയാണ് ആര്? നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹ. ഇമാം ഷാഫി തങ്ങൾ ജനിച്ചതോ ഹിജ്റ 150. അപ്പൊ ഒപ്പം ജീവിച്ച ആൾക്കാരാ ഷാഫി ഇമാമും നഫീസത്ത് ബീവി. ഇമാം ഷാഫി തങ്ങൾക്കൊരു പ്രശ്നം ജീവിതത്തിൽ നേരിട്ടാൽ നേരെ അള്ളാഹുവോട് ഇമാം ഷാഫി തങ്ങൾ പ്രാർത്ഥിക്കാൻ പോലെ മുജാഹിദ് പറയുകയാണെങ്കിൽ അല്ല, ഇമാം ഷാഫി തങ്ങൾ നേരെ നഫീസത്ത് ബീവിന്റെ വീട്ടിൽ പോകും. ബീവി വലിയ പ്രയാസത്തിലാണ്, ഇങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ട്, അവിടുന്ന് ദുആ ചെയ്യണമോ? ഇന്ന് നമ്മൾ സുന്നികൾ ചെയ്യുന്ന അതേ രീതി. ഇതാണ് യഥാർത്ഥ മാർഗ സുഹൃത്തുക്കളെ. ബീവിയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടും. ബീവി ദുആ ചെയ്യും, മുറാദ് ഹാസിലാകും, തിരിച്ചു പോരും. അവസാനം താരീഖിൽ കാണാൻ ഇമാം ഷാഫി തങ്ങൾ സുഖമില്ലാതെ കിടക്കുക. സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ദുആ ചെയ്യാൻ വേണ്ടി പോകാൻ കഴിയില്ല. പകരം ഒരാളെ പറഞ്ഞയച്ചു. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞയച്ചാണ് ദുആ ചെയ്യണം, സുഖമില്ലാതെ കിടപ്പ. അവർ ദുആ ചെയ്തു. ആ സഹോദരൻ തിരിച്ചു വന്നു. ഷാഫിമാൻ ചോദിച്ചു, ദുആ ചെയ്തോ? ദുആ ചെയ്തു. എന്തേ ദുആ ചെയ്തത്? അവർ ദുആ ചെയ്തു, മത്താഹുല്ലാഹു ബിന്നദ്രി ഇലാ വജ്ഹില്ലാഹിൽ കരീം. എന്റെ സഹോദരനായ ഇമാം ഷാഫി തങ്ങൾക്ക് അള്ളാഹുവിന്റെ തിരുമുഖം കണ്ട് സായുജ്യമടയാൻ തൗഫീഖ് കൊടുക്കട്ടെ എന്നാ ദുആ ചെയ്തു തന്നു. അതിന്റെ അവസാനത്തെ രോഗമാണ്, അതിൽ മരിക്കുന്നതിനർത്ഥം. പറഞ്ഞ പോലെ മരിച്ചുപോയി. എവിടെ നഫീസത്ത് ബീവിക്ക് വിവരം കിട്ടിയേ? ഒക്കെ മഹാത്മാക്കൾക്ക് മറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സംഭവം. ഇതൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇമാം ഷാഫി തങ്ങൾ മരിച്ചു എന്ന് മാത്രമല്ല, ഈ ജീവിതം ഇത് പറഞ്ഞാൽ പറയും മുജാഹിദ് ജീവിതകാലത്തല്ലേ ജീവിച്ചിരിക്കുന്ന മഹാന്മാരെ മഹദികളെ കാണുമ്പോൾ കുഴപ്പമില്ലല്ലോ പറഞ്ഞാൽ പോയി ചെയ്യണ്ടേ? ഇമാം ഷാഫി തങ്ങൾ ചെയ്തിട്ടുണ്ട്, സഹാബാക്കൾ ചെയ്തിട്ടുണ്ട്. മഹാന്മാരായ ആളുകളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാം. ഒരു മുജാഹിദിന്റെ സുഹൃത്ത് പോകോ ദുആ ചെയ്യിപ്പിക്കാൻ? പാണക്കാട്ടിൽ നിങ്ങൾ പോകണ്ട, ചെറുശ്ശേരി സ്ഥാനത്തേക്ക് നിങ്ങൾ പോകണ്ട. അതുപോലെ മഹാന്മാർ നിങ്ങൾ സുന്നിയാണ്, വിശ്വാസമില്ല, അതൊക്കെ മുശ്രിക്കാ നിങ്ങൾ ധരിച്ചു വെച്ചോ? എന്നാ വേണ്ട. മുജാഹിദ് എ.പി. അബ്ദുൽ ഖാദർ മരിച്ചുപോയി പടുത്ത് 10 അദ്ദേഹത്തിനുള്ള എനിക്കറിയാം. അതിന്റെ പരിസരത്ത് സുന്നി വീടുകളുണ്ട്. ഒരാളെങ്കിലും അവിടെ ദുആർക്കെന്ന് വന്ന ചരിത്രം കണ്ടിട്ടില്ല. മുജാഹിദ് പോകണ്ടേ അങ്ങോട്ട്? പേരൊരു മൗലവിയുണ്ട്, ഉണ്ണിമുട്ടി മൗലവി എന്തൊരാളാണ് ഇയാളെ പ്രസംഗം. എന്നാ ഈ ഉണ്ണിമുട്ടി മൗലവിന്റെ അടുത്തേക്ക് പോകണ്ടേ ദുആ ചെയ്യിപ്പിക്കാന്? മറ്റേ മടവൂരിലേക്ക് ഉൾപ്പെടെ ഹുസൈൻ മടവൂരിനടുത്ത് പോകണ്ടേ പ്രാർത്ഥിക്കാന്? അതിലെ വിശ്വാസമെങ്കിൽ ജീവിച്ചിരിക്കാനൊക്കെ അത് പ്രാർത്ഥിപ്പിക്കുന്നതല്ലോ. ആ സംസ്കാരം തന്നെ എടുത്തു കളഞ്ഞ് പ്രാർത്ഥന പോലും ഒരു മോശമായി കാണുന്ന സാഹചര്യം മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളത്. എന്റെ പ്രിയപ്പെട്ട ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഇവരൊക്കെ പോയത് മഹാന്മാർ മരണാനന്തരം മഹാത്മാക്കളെടുത്ത് പോയിട്ടുണ്ട്. ഇതേ ഇമാം ഷാഫി തങ്ങളുടെ ചരിത്രത്തിൽ കൃത്യമായ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ കാണാൻ സമയത്തു ഷാഫിയായ പോൽ ഇമാം ഷാഫി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. കുന്തു അത്തബറക്കു ബി അബി ഹനീഫ, ഞാൻ അബു ഹനീഫ ഇമാമിനെ കൊണ്ട് ബറക്കത്തെടുക്കാറുണ്ടായിരുന്നു. അബു ഹനീഫ ഇമാം എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിന്റെ തൊട്ടുമ്പ് വഫാത്തായ വലിയൊരു മഹാനായ ഇമാം, അദ്ദേഹത്തെ പോലുള്ളൊരു ഇമാം. ആ അബു ഹനീഫ ഇമാമിനെ കൊണ്ട് ബറക്കത്തെടുക്കേണ്ട ആവശ്യം ഇമാം ഷാഫി തങ്ങൾക്കുണ്ടോ? മുജാഹിദ് പറയുകയാണെങ്കിൽ ഇദ്ദേഹം വലിയൊരു മഹാനല്ലേ, ബറക്കത്തിന്റെ വിശ്വാസമല്ല മുജാഹിദ്. പക്ഷെ ഇമാം ഷാഫി തങ്ങൾ പറയാ കുന്തു അത്തബറക്കു ബി അബി ഹനീഫ, ഞാൻ അബു ഹനീഫ ഇമാമിനെ കൊണ്ട് ബറക്കത്തെടുക്കാറുണ്ടായിരുന്നു. എങ്ങനെ ബറക്കത്തെടുത്ത അദ്ദേഹം പറയട്ടെ. ഞാൻ ബാഗ്ദാദിലായിരുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും അബു ഹനീഫ ഇമാമിന്റെ ഖബറിലേക്ക് പോകും. ദിവസേന മഹാന്മാരെ ഖബറിലേക്ക് പോകാന്റെ ഖബറിലേക്ക് പോകാം. തീർന്നില്ല. അദ്ദേഹം പറയാം, എനിക്ക് വലിയൊരു ജീവിതത്തിൽ വിഷയം വന്നാൽ, വലിയൊരു പ്രശ്നം വന്നു, മോന് തീരെ സുഖമില്ല, ഇപ്പോഴാണ് രോഗം പ്രത്യക്ഷപ്പെട്ടത്, ഡോക്ടർമാർ പറഞ്ഞു പ്രതീക്ഷ കുറവാ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോ. അങ്ങനെ വലിയ വലിയ സങ്കീർണമായ കേസ് വന്നു വിചാരിക്ക്. പടച്ചറബുകളുടെ മഹദഫല കൊണ്ട്, ദയാവായ്പ കൊണ്ട്, വാത്സല്യം കൊണ്ട്, കാരുണ്യം കൊണ്ട്, നമ്മൾ നിലകൊള്ളുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പുണ്യം കൊണ്ട്, നമ്മൾ സ്നേഹിക്കുന്ന മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് നമ്മളീ നമ്മളെ അഹ്ലുകാരും ഒക്കെ ഈ മാരകമായ രോഗവും അപകടങ്ങളും അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, അള്ളാഹു ശിഫയാക്കുമാറാകട്ടെ ഇല്ല രോഗം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ വിഷയം ജീവിതത്തിൽ ഇമാം ഷാഫി തങ്ങൾക്ക് വന്നാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? സല്ലൈതു റക്അതൈൻ,
ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അതൊക്കെ വലിയ പ്രശ്നം വന്ന ദുആ ചെയ്യാനുള്ള മര്യാദകളാണ്. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് വജിഇതു ഇലാ ഖബരി അബി ഹനീഫ, മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിലേക്ക് ഞാൻ വരും. നിങ്ങൾ ഈ മഹാന്മാരെ ഖബറിലേക്ക് നടക്കൽ ശിർക്കാണ് പറയല്ല വേണ്ടത്. ഇങ്ങനത്തെ താരീഖ് പഠിക്കണം. സ്വഹാബത്ത് എന്ത് ചെയ്തു, അടുത്ത തലമുറ എന്ത് ചെയ്തു, അടുത്ത തലമുറ എന്ത് ചെയ്തു. ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിലേക്ക് പോകും. എന്നിട്ടോ വസഅൽതുല്ലാഹൽ ഹാജ ഇൻദഹു, അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് അദ്ദേഹത്തെ സാക്ഷിയാക്കി എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എന്റെ ആവശ്യങ്ങൾ സമർപ്പിക്കും. അപ്രകാരം ചെയ്താൽ സമയം ദീർഘമായി പോകില്ല. ഹത്താ തുഖ്ല, അപ്പോഴേക്കും ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുമെന്ന് മഹാനായ ഇമാം ശാഫിഈ. അവരൊക്കെ അങ്ങനെ സഹോദരന്മാരെ. ഇമാം അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. അടുത്ത തലമുറ സ്വാലിഹീങ്ങൾ അങ്ങനെയായിരുന്നു. മഹാത്മാക്കൾക്ക് ആദരവ് കൽപ്പിക്കുക, അവരുമായി ബന്ധപ്പെടുക. അപ്പൊ അവര് വഴിക്കുന്ന വെളിച്ചം കിട്ടും. അതെങ്ങനെ കിട്ടുക? ഒരു സംശയവും വേണ്ട. ഞാൻ സൂചിപ്പിച്ചല്ലോ, മരിച്ചുപോയി തന്നെ നശിച്ചു പോയിട്ടില്ല. അടുത്ത ഘട്ടത്തിൽ അവർ ജീവിക്കാം. മഹാന്മാരായിട്ട് ഉമ്മാന്റെ കബറ് സിയാർത്ത് പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ, 10 കൊല്ലം കഴിഞ്ഞ് ഉമ്മാന്റെ കബറ് വെച്ചെന്നാലും ഉമ്മാന്റെ ശരീരം തെളിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ ഉമ്മ നമ്മളെ സിയാർത്ത് തിരിച്ചറിയും. സലാമു അലൈക യാ ഉമ്മീ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് സലാമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ. വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, ഉമ്മ ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള ആൾക്കാരാണ്. നിങ്ങൾ സലാം പറഞ്ഞിട്ട് ഒരു ഫാത്തിഹ ദുആ ചെയ്തു പോ നോക്ക്. ആ അമ്മ ഇങ്ങനെ പറയും. ആ മനസ്സ്, അല്ലാഹ് എന്റെ മോനിന്റെ അടുത്ത് വന്നല്ലോ, എത്ര ദിവസമായി ഞാൻ മരിച്ചു പോയിട്ട്, വന്നല്ലോ മോനെ, സന്തോഷം സന്തോഷം. ഉമ്മാനെ മനസ്സ് കുളിരടിയുമെന്ന് ഹദീസാ പഠിപ്പിക്കുന്നത്. ഹദീസിന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ മയ്യിത്ത് ദ്രവിച്ചു പോകുന്ന ശരീരം ദ്രവിച്ചു, അതൊക്കെ സാധാരണക്കാര അവസ്ഥയാണ്. മഹാന്മാരെ ശരീരം ദ്രവിക്കൂല. മഹാന്മാരെ ശരീരം ദ്രവിക്കുന്ന സഹോദരന്മാരെ, മരിച്ചു എന്നുള്ള നമ്മുടെ ഈ കാഴ്ചപ്പാട് തെറ്റാ. ഈ മഹാന്മാരെ ആളുകളുടെ ശരീരം ഒന്നും ഈ കബറിൽ വെച്ചാൽ ദ്രവിച്ചു പോകൂല. ഞാൻ കൃത്യമായി ഓർക്കുകയാണ്, ഞാൻ ചെറുപ്പകാലത്ത് പറഞ്ഞാൽ സ്കൂൾ പഠിക്കുന്ന കാലത്ത് 1975-76 കാലഘട്ടത്തിൽ ഒരു 10-40 വർഷം മുമ്പ് ഞാൻ മാതൃഭൂമി ദിനപത്രത്തിൽ നിന്ന് വലിയ വാർത്ത ഒരു 4-5 കോളം വായിച്ചു. എന്താ പ്രശ്നം വെച്ചാല്, തെക്കൻ കേരളത്തിലൊരു സ്ഥലത്ത് പള്ളി വികസിപ്പിക്കാൻ വേണ്ടി, പില്ലറിന് കുഴിയെടുക്കാൻ വേണ്ടി ഖബറൊന്നുമില്ലാത്ത സ്ഥലത്ത് ഒരു കുഴി കുഴിച്ചപ്പോ അവിടെ ഒരു ബോഡി പ്രത്യക്ഷപ്പെട്ടു. പഴയ കാലത്ത് ഖബറുണ്ടാവും, അടയാളുണ്ടാവുമല്ലോ കാലങ്ങൾക്ക് മുമ്പ്. പ്രത്യേകിച്ചും നമ്മുടെ ഈ കടലോര പ്രദേശങ്ങൾക്ക് സ്വഹാബത്ത് മുതൽ താബിഈങ്ങൾ വന്ന് താമസിച്ച സ്ഥലങ്ങളല്ലേ. ഒരു ശരീരം, ഒരു പോർണ്ണമേൽക്കാത്തൊരു ശരീരം, ഭദ്രമായി കഫൻ തുണിയിൽ കിടക്കുന്ന ശരീരം പൊളിച്ചു നോക്കുമ്പോ പ്രസന്നമായ മുഖമുള്ള, തിളക്കമുള്ള മുഖമുള്ള, നല്ല വെളുത്ത താടിയുള്ള ഒരു ശരീരം. സുബ്ഹാന ജല്ല ജല്ല, നല്ല സ്മെല്ല്, സൗരഭ്യം അടിച്ചു വീശും. പത്രത്തിൽ വന്ന വാർത്തയെ പറഞ്ഞത്. എന്നിട്ട് ഈ മയ്യിത്ത് ഏത് കാലത്തുള്ളതാ? കാരണം അവിടെ ഖബറിന്റെ അടയാളമൊന്നുമില്ല. തിരുവനന്തപുരത്ത് ഫോറൻസിക് വിദഗ്ധർ വന്ന് ഈ മയ്യിത്തിന്റെ കാലഗണന പരിശോധിക്കാൻ ചർച്ച വന്നു. അവസാനം ഖാദിമാര്, പണ്ഡിതന്മാരെ കൂടി തീരുമാനിച്ചു, ഈ മയ്യിത്തിന്റെ ഹുർമത്ത് നശിപ്പിക്കലായിരിക്കും അതുകൊണ്ട് അത് വേണ്ട, നമുക്ക് അവിടെ തന്നെ ഖബറടക്കാം എന്ന് പറഞ്ഞ് ഖബറടക്കം പൂർത്തിയാക്കി. ഫോറൻസിക് വിദഗ്ധരെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചില്ല. പിന്നെ അവിടെ മക്ബറാക്കി സിയാറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് പത്രത്തിൽ ഞാൻ വായിച്ച സംഭവം. ഈ അടുത്ത കാലത്ത് അതിന്റെ അടുത്ത പ്രദേശത്ത് പോയപ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ അവരോട് നമ്മുടെ തട്ടാമലയാണ് ആ സംഭവം എന്നാണ്. ആ തട്ടാമല തെക്കൻ കേരളത്തിൽ ഇന്നും NH-ന്റെ വക്കത്തുള്ള ഒരു പള്ളിയിലാ സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് വെച്ചാല്, എത്രയോ മഹാന്മാരാണെങ്കിൽ നബിമാരെന്ന് കാണുന്നില്ല. സ്വഹീഹുൽ ബുഖാരിന്റെ നേരത്തെ ഹദീസുകളുണ്ട്. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മോന് ജാബിർ 2 സ്വഹാബിയ, ഉപ്പി മകനും സ്വഹാബിയ. ജാബിർ പറയാണ്, ദാനി അബി, ഉഹദ് യുദ്ധം നാളെ നടക്കണമെങ്കിൽ അതിന്റെ തലേ ദിവസം എന്റെ ഉപ്പനെ വിളിച്ചു. മോനെ ജാബിർ എവിടെ വാ? ഞാൻ ചെന്നിട്ട് ഉപ്പ ചോദിച്ചു, പറഞ്ഞു, മോനെ, മാ തറക്തു അഅസ്സ അലയ്യ മിൻക, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ടവൻ, ഏറ്റവും കടപ്പാടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രതാപശാലി, എന്റെ സ്വന്തക്കാരനായിട്ട് മോനെ നീ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഗൈറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞ റസൂലാണ് എനിക്ക് പ്രധാനം. അത് കഴിഞ്ഞാൽ മോനെ നീയാണ് എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ടത്. കാരണം അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആൺകുട്ടി ജാബിർ മാത്രമല്ല, ഒരാൾക്ക് മകനെയുള്ള പ്രധാനം. മോനെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്റെ പൊന്നു മോനോട്. മോനെ, ഇന്നി ഉറ അന്നി അകൂനു അവ്വല ഖതീലിൻ മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ, നാളെ ഉഹദ് യുദ്ധം നടക്കും. മുസ്ലിമീങ്ങളും ശത്രുക്കളും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഉഹദ് യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചു പോകും. ആദ്യത്തെ ഷഹീദ് മോനെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളുടെ കൂട്ടത്തിൽ മോനെ നിന്റെ ഉപ്പയായിരിക്കും ആദ്യത്തെ ഷഹീദ്.
അതുകൊണ്ട് മോനെ 2 വസിയ്യത്ത് എന്റെ മോനെ ഞാൻ പറഞ്ഞേൽപ്പിക്കുകയാണ്. മോനെ, ഇന്ന അലയ്യതു, എനിക്ക് ഒരുപാട് കടബാധ്യതയുണ്ട്. എന്റെ പൊന്നു മോനെ, കടമേറ്റെടുക്കണം. എന്റെ ആഹാരം സലാമത്താകളിൽ കടബാധ്യത ഉണ്ടാകാൻ പാടില്ല മോനെ. മോനെ, കടം വീട്ടണം, വീട്ടുന്ന കാര്യം ഏറ്റെടുക്കണം. മറ്റു 2ാമത്തെ കാര്യം ഇസ്തൗസിരി അഹ്വാത്തിക്ക. മോനെ, നിനക്കൊക്കെ പെങ്ങന്മാരാണ്, അനുജന്മാരില്ല, ജ്യേഷ്ഠന്മാരില്ല. 6 പെങ്ങന്മാരുള്ളതാണ് ഹദീസിൽ കാണുന്നത്. ഈ പെങ്ങന്മാരോടൊക്കെ മോനെ നല്ല നിലയിൽ വർദ്ധിക്കണേ. അവരൊക്കെ നല്ല നിലയിൽ നോക്കി സംരക്ഷിച്ച് വളർത്തണേ, വിവാഹം കഴിച്ചു കൊടുക്കണേ. മോനെ, എന്റെ പെങ്ങന്മാർക്ക് ഉപ്പയില്ലാത്തൊരു കുറവ് അനുഭവിക്കാൻ പാടില്ല. മോനത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2 വസീയത്തുകൾ പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് ആ പിറ്റേ ദിവസത്തേക്ക് പ്രവേശിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഉപ്പ പറഞ്ഞതുപോലെ ഉഹദ് യുദ്ധം പിറ്റേ ദിവസം നടന്നു. ആദ്യത്തെ രക്തസാക്ഷിന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആയിരുന്നു. കൊടുമ്പിരി കൊണ്ട യുദ്ധം, ഒരുപാട് സഹാബികൾ രക്തസാക്ഷിയായ യുദ്ധം, അള്ളാഹുവിന്റെ ഹബീബ് പോലും വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പരന്ന യുദ്ധം, വല്ലാത്തൊരു യുദ്ധമായിരുന്നത്. ഒരുപാട് മുസ്ലിമീങ്ങൾക്ക് പരിക്കേറ്റ യുദ്ധം, സങ്കീർണമായ പ്രശ്നങ്ങളുമായി ഇതെങ്ങനെ നേരിടുമെന്ന് മുസ്ലിങ്ങൾ ആകപ്പാടെ ചിത്രതയിലകപ്പെട്ട പരിഭ്രമ ചിത്തരായി തീർന്ന ഒരു വല്ലാത്ത സങ്കീർണമായ യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. ആ യുദ്ധം കഴിഞ്ഞു, എല്ലാം പ്രശ്നങ്ങളാ. ഒരുപാട് പരിക്കേറ്റ ആൾക്കാര്, ഒരുപാട് രക്തസാക്ഷികൾ. അതൊക്കെ ഖബറടക്കം നടത്തി. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന് ഖബറടക്കുമ്പോൾ ഉപ്പാണ് ഞാൻ ഖബറടക്കുമ്പോൾ ദഫൻതു മാഹു റജുലൻ ആഖിർ, വേറെ ഷഹീദും കൂടി ആ ഖബറത്തിലെ ഖബറടക്കി. കാരണം ഒരുപാട് ആൾക്കാരെ ഖബറടക്കാൻ സൗകര്യത്തിന് ഉപ്പാനെ കൂടെ വേറെ ആൾ ഖബറടക്കി. ഖബറടക്കം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എന്റെ മനസ്സിന് ഇങ്ങനെ അസ്വസ്ഥത. അത് വേണ്ടില്ലായിരുന്നു. അന്നത്തെ ഒരു സാഹചര്യം ഉപ്പാന്റെ കൂടെ ഒരാളും കൂടെ ഖബറടക്കാൻ സൗകര്യത്തിന് ചെയ്താണ്. ഒന്ന് റിസ്ക് എടുത്തില്ലെങ്കിൽ ഉപ്പാനെ വേർത്തല ഖബറടക്കുന്നുണ്ടോ? വേണ്ടില്ലായിരുന്നു. സുമ്മലം തത്വ നഫ്സി, മനസ്സിനൊരു ആശ്വാസം വരുന്നില്ല, ഒരു സമാധാനം വരുന്നില്ല. അങ്ങനെ 6 മാസം കഴിച്ചു കൂട്ടി. എനിക്ക് വലിയ പ്രയാസമായി മാറിയപ്പോൾ ഞാൻ തീരുമാനിച്ചു, വേണ്ട, എന്റെ ഉപ്പാതിന് വാർത്തല ഖബറടക്ക അതിന് എടുക്കുക. പിന്നെ എന്റെ പൊന്നു പിതാവിനെ ഞാൻ ഖബറിൽ നിന്ന് പുറത്തെടുത്തു, ഖബർ കുഴിച്ചിട്ട് എന്നിട്ട് വേറെ ഖബറടക്കി. ആ ഘട്ടത്തിൽ സ്വഹീഹുൽ ബുഖാരിയുടെ റിപ്പോർട്ടിൽ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഉപ്പാന്റെ ശരീരത്തിന് ഒരു പോർന്നും വെച്ചിട്ടില്ല. ചെവിന്റെ ഭാഗത്ത് മാത്രം ചെറിയൊരു പാടുണ്ട്. എന്റെ ഉപ്പാക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഷഹീദൊന്നും സംഭവിക്കൂല. ഞാൻ പറഞ്ഞത് മഹാത്മാക്കളെ ആളുകൾ ശരീരത്തിനൊന്നും സംഭവിക്കൂല. മരണാനന്തര മഹാത്മാക്കൾ ആത്മീയമായി സാധാരണക്കാർ പോലും ജീവിക്കുന്നു. മാത്രമല്ല, മഹാത്മാക്കൾ ഭൗതിക കാര്യങ്ങൾ പോലും ഇടപെട്ടുകൊണ്ടിരിക്കുക. സഹോദരന്മാരെ, ഭൗതിക കാര്യങ്ങൾ പോലും ഇടപെട്ടുകൊണ്ടിരിക്കുക. അതല്ല നമ്മൾ ഈ മഹാത്മാക്കളെ സമയിപ്പിക്കുന്നത്, അവിടെ സിയാറത്തിന് പോകുന്നത്. മഹാത്മാക്കൾ അല്ലാഹുവിന്റെ അടുക്കൽ കാര്യം പറഞ്ഞാൽ അത് അല്ലാഹ് കബൂലാക്കും. ജീവിച്ചിരിക്കുന്ന മഹാന്മാർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? മരിച്ചുപോയ മഹാത്മാക്കൾക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. എത്രയെത്ര ഹദീസുകൾ ആ സംഭവങ്ങൾ. അതുകൊണ്ടല്ലേ നമ്മുടെ മദ്ഹബിന്റെ കിതാബുകളിൽ ഈ ഒരു മസല മാത്രം, മൈസ്കാരത്തിന്റെ ഒരു ഭാഗത്തിന്റെ മസലിന്റെ ഒരു കഷ്ണം മാത്രം അപ്പുറം നോക്കാതെ ഇപ്പോഴത്തെ ആ അതേ കിതാബിൽ പറയുന്നുണ്ടല്ലോ, സിയാറത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അമ്മാലിൽ നഹബി ദുആ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാണെങ്കിൽ ഫതുസല്ലികുല്ലി മുസ്ലിം, ഏത് മുസ്ലിമിന്റെ ഖബറും സിയാറത്ത് ചെയ്യുന്ന സുന്നത്താ. നമ്മൾ മക്ബറേക്കാണ് പോയിട്ട് മുസ്ലിമുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ, സലാം ചൊല്ലിക്കോ, ഫാത്തിഹ ഓതിക്കോ, ദുആ ചൊല്ലോ, നല്ല കാര്യം തന്നെ. എന്നാൽ ബറക്കത്ത് ഇങ്ങോട്ട് കിട്ടാനാണെങ്കിലോ, പുണ്യം ഇങ്ങോട്ട് കിട്ടാനാണെങ്കിലോ, മുറാദ് ഹാസിലാകാനാണെങ്കിലോ സ്വാലിഹീങ്ങളെ ഖബറുകൾ മാത്രം സിയാറത്ത് ചെയ്യുന്ന സുന്നത്താണ്. അങ്ങനെ മമ്പറത്തങ്ങളെ ഖബറിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ പുത്തൻപള്ളിയിലെ ഷെയ്ഖിന്റെ അടുക്കിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ പുതിയങ്ങാടിയിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങളുടെ ഖബറിലേക്ക് പോകണം. ഷംസുലമന്റെ ഖബറിലേക്ക് പോകണം. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിലേക്ക് പോകണം. പുണ്യം കിട്ടാനുള്ള സിയാറത്തിന് മഹാന്മാരുടെ അടുത്തേക്ക് പോകണം. അതെന്താ മഹാന്മാരെ ഖബറുകൾ ചെന്നിട്ട് അവിടെ വെച്ച് ദുആ ചെയ്താൽ പുണ്യം കിട്ടുമെന്ന് പറയാൻ കാരണം? കാരണം ആ മഹാത്മാക്കൾക്കുണ്ട് അവിടെ ബർസഖിയ ജീവിതത്തിൽ തസറുഫാത്തിൽ അവർ ഭൗതിക ലോകാലങ്ങളിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കുന്നത് ഷെർവാനിയ പറയുന്നത്, അവർ മരിച്ചു പോയ ശേഷം തസറുഫാത്തിൽ ഭൗതിക ലോക കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബറക്കത്തുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ചൊന്നുമല്ല, അതിന്റെ എണ്ണം പോലും കൃത്യപ്പെടുത്തപ്പെടാൻ സാധ്യമല്ല. ഷെർവാനി 3-ാം വാല്യം 200-ാം പേജിൽ വിശദീകരിച്ചിട്ടുണ്ട്. അവരുടെ ഇടപെടൽ മരിച്ചുപോയാലും നശിച്ചു പോയിട്ടില്ല. അത് ആ മഹാത്മാക്കളുടെ മറഞ്ഞ വഴിക്ക് നമ്മൾ ആർക്ക് ഇടപെടാൻ കഴിയുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ തവറുക്കും തവസ്സും ഇസ്തിഗാസയൊക്കെ അംഗീകരിക്കുന്നത്. അങ്ങനത്തെ മതവും ആവത്തെ എത്രയോ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. മഹാത്മാക്കളുമായി ബന്ധമുണ്ടോ? നമുക്ക് ഉപകാരം കിട്ടിക്കൊണ്ടിരിക്കും. ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് സ്വലാത്ത് വർദ്ധിപ്പിച്ചോട്ടെ. ഒരാൾ, ഏതെങ്കിലും ഒരു സുഹൃത്ത്, ഒരു സഹോദരൻ, ഒരു സഹോദരി തങ്ങളുടെ പേര് സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചാൽ
പ്രതിസന്ധി ഘട്ടം തങ്ങളെ സഹായം നമുക്ക് കിട്ടും. അത് അനുഭവിച്ചറിയേണ്ട തങ്ങൾ ആത്മീയമായി ഇടപെടും. സഹോദരന്മാരെ, ഞാൻ സാമ്പിൾ പറഞ്ഞതാണ്. എത്ര ഉദാഹരണങ്ങളാണ് ചരിത്രത്തിൽ അത് ആവശ്യമാകുന്ന ഘട്ടത്തിൽ അവിടെ തങ്ങൾ ഇടപെടും. തങ്ങൾ ഞാൻ ഉദാഹരണം പറഞ്ഞ തങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് തങ്ങൾ ഏറ്റവും വലിയൊരു മഹാനുമായി ബന്ധപ്പെടാൻ സിമ്പിളായ മാർഗ സ്വലാത്ത് അതുകൊണ്ട് ആ അടുപ്പമാണെന്ന് മാത്രം, ഒരു സംശയമല്ല. ആ തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മഹാത്മാക്കളായ ആളുകളുമായി ബന്ധമുള്ള ആളുകൾക്ക് ചില മസലകളൊക്കെ കിതാബിൽ നോക്കിയിട്ട് കിട്ടുന്നില്ല. എത്ര നോക്കിയിട്ട് എവിടെയാണ് ആ മസല കിട്ടുന്നില്ല. അന്ന് രാത്രി ഉറക്കത്തിലാ മഹാൻ പ്രത്യക്ഷപ്പെടുന്നത്. കിതാബിൽ ഇന്ന ഭാഗത്ത് നോക്കിക്കോ, നോക്കി തുറന്നു നോക്കോ, പിറ്റേന്ന് മസല കിട്ടേ. ആത്മീയ ലോകത്ത് ജീവിച്ചിരിക്കുക അവർ. എന്റെ അനുഭവം പറയട്ടെ, ഞാനായിട്ട് ഏറ്റവും ബന്ധമുള്ള അടുപ്പമുള്ള ഒരു സഹോദരി, ആ സഹോദരി ദലായിൽ ഖൈറാത്ത് പതിവായിട്ട് ഓതുന്ന കൂട്ടത്തിലാണ്. ദലായിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സ്വലാത്ത് 7 ദിവസത്തേക്ക് ഭാഗിച്ച പ്രത്യേക സ്വലാത്ത് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സഹോദരിയാണ്. ആ സ്വലാത്തിന് വളരെ നിഷ്ഠ. അത് കുറച്ച് കെട്ടുള്ളൊരു ഏടാ. എത്രയോ ആളുകൾക്ക് അങ്ങനെ ചൊല്ലുന്ന ആളുകളുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരിമാർ. ഒക്കെ ശിർക്ക് ബിദ്അത്ത് പറഞ്ഞ് പിച്ചു ചിന്തി എറിയുന്ന വിഭാഗം മുജാഹിദ് ജമാഅത്ത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സഹോദരിയുടെ ദലായിൽ ഖൈറാത്തിന്റെ 7 ഒരു ദിവസം അപ്രത്യക്ഷമായി, കാണാതായി. വീട്ടിലാകെ തെരഞ്ഞു ചൊല്ലണമെങ്കിൽ 7 കിട്ടണ്ടേ, കുറച്ച് വലിയ ഏടല്ലേ, എങ്ങനെ നോക്കിയാലും കിട്ടില്ല. അവസാനം ആ സഹോദരി ഒരു രക്ഷാമാർഗമല്ല, അന്ന് തെരഞ്ഞൊക്കെ പരാജയപ്പെട്ടു. വീട്ടുകാരനൊക്കെ പറഞ്ഞ് എല്ലാവരും നോക്കി, രാത്രി ഉറങ്ങി. ഞാൻ അനുഭവിച്ചറിഞ്ഞ നേരിട്ടറിയുന്ന കേസാണ് നിങ്ങൾ പറയുന്നത്. സാക്ഷികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ഉറങ്ങി രാത്രി ആ സഹോദരി സ്വപ്നം കണ്ടു. പക്ഷെ അതൊന്നും പറഞ്ഞില്ല. ആ സഹോദരി പിറ്റേന്ന് ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ എന്റെ ദലായിൽ ഖൈറാത്ത് നിങ്ങൾ ആ റാക്കിന്റെ മുകളിൽ ഒന്ന് നിങ്ങളെ പഴയ പുസ്തകമൊക്കെ വെച്ച അട്ടിലോ നോക്കുകയാണെങ്കിൽ നിന്റെ സ്ഥലത്ത് അവിടെ എന്റെ ദലായിൽ ഖൈറാത്തൊന്നും ഉണ്ടാവില്ല അറിയാതെ. കാരണം എന്താ വെച്ചാല് ഇയാൾ സാധാരണ ഒഴിവാക്കിയ പുസ്തകങ്ങളൊക്കെയാണ് റാക്കിന്റെ മുകളിലേക്ക് അട്ടിക്ക് ഇങ്ങനെ മാറ്റി വെക്കും. സാധാരണ ഉപയോഗത്തിലുള്ള പുസ്തകങ്ങളും കിതാബുകളൊക്കെ ഒരലമാരിലും മേശപ്പുറത്തും മറ്റും മറിച്ചു അവിടേക്ക് എന്റെ കിതാബത്ത് വീണ്. അല്ലെങ്കിൽ ഒന്ന് കാര്യം നോക്കി അവൾ സ്റ്റൂൾ ഇട്ടിട്ട് കാര്യം പറഞ്ഞ മാതിരി ആ പറഞ്ഞ ഭാഗത്ത് മാത്രം ഒരു സ്ഥലത്ത് കാണിച്ചു തുടങ്ങി നോക്കിയപ്പോഴേക്ക് ദലായിൽ ഖൈറാത്ത് കിട്ടി. അപ്പൊ ഇയാൾ എനിക്ക് കറാമത്തുണ്ടോ ചോദിച്ചു. കറാമത്ത് വാളച്ച് ഒന്ന് ചിരിച്ചു. പിന്നെ ആ സഹോദരി ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു. തങ്ങളിനോട് പറഞ്ഞു എന്റെ ദലായിൽ ഖൈറാത്ത് അവിടെ നോക്കിപ്പോന്നു. എന്റെ സഹോദരന്മാരെ, നടന്ന സംഭവമാണ്. എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഇങ്ങനത്തെ എത്ര ആൾക്കാർ സ്വലാത്തിൽ നിന്നുണ്ട്. അവരെ ആത്മീയമായ ശക്തിയാണ്. ആത്മീയമായി മഹാത്മാക്കൾ ഭൗതിക ലോകത്ത് അവരുമായി ബന്ധമുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഇത് മറഞ്ഞ വഴിക്കുന്ന പ്രശ്നമല്ല. മറഞ്ഞ വഴിക്ക് മഹാത്മാക്കൾക്ക് സഹായിക്കാൻ കഴിയുന്ന വിശ്വാസം ശിർക്കാണെന്നാണ് മുജാഹിദ് പ്രചരിപ്പിച്ചത്. ഞാൻ സൂചിപ്പിച്ചു വച്ചത് ആ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പേരല്ല നമ്മളൊക്കെ മുശ്രിക്കാക്കിയത്. മുസ്ലിം ജനകോടികളെ മുശ്രിക്കാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ അല്ലാഹു അല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന പ്രചരണം. ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അതേ പ്രശ്നത്തിന്റെ പേരിലാണ് പിളർന്നത്. ഒരു വിഭാഗം രംഗത്ത് വന്നു, അല്ല മറഞ്ഞ വഴിക്ക് അല്ലാഹു അല്ലാത്തവർക്ക് ഉപകാരം ചെയ്യാൻ കഴിയും, ഉപദ്രവിക്കാൻ കഴിയുമെന്ന് മറ്റേ വിഭാഗം വാദിച്ചു. അതിന്റെ ജിന്നിന് മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ലേ? മലക്കിന് മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ലേ? പിശാചിന് മറഞ്ഞ വഴിക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയില്ലേ? പിന്നെ എങ്ങനെ ലായിലാഹത്ത് നമ്മളങ്ങനെ അർത്ഥം വെക്കാം, മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം അല്ലാഹ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ? തെറ്റല്ലേ അർത്ഥം? അപ്പൊ ലായിലാഹ തൗഹീദിൽ മുജാഹിദ് പ്രസ്ഥാനം തെറ്റുപറ്റിയെന്ന അടുത്ത പാർട്ടിണ്ടായത്. മൂന്നാമത്തെ പാർട്ടിൻ്റെ അതേ പ്രശ്നത്തിന് പേരിൽ പരസ്പരം കാഫറാക്കിക്കൊണ്ടാ മുശ്രിക്കാക്കിക്കൊണ്ടാ. നാലാമത്തെ പാർട്ടി ഉണ്ടായി, അഞ്ചാമത്തെ പാർട്ടി ഉണ്ടായി. പാർട്ടികളുടെ ആശയങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാൻ ഈ പരിമിതമായ സമയം പര്യാപ്തമല്ല. എത്രത്തോളം വെച്ചാൽ ഈ സുന്നികളെ ഈ ഒരു തെറ്റായ ആശയം പറഞ്ഞുകൊണ്ട് മുശ്രിക്കാക്കിയ ആളുകൾ അതേ പ്രശ്നത്തിന് പേരിൽ തമ്മിലടിച്ചുകൊണ്ട് അവർ പരസ്പരം മുശ്രിക്കാക്കിയോട് സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാത്ത ഈ നാട്ടിൽ മുജാഹിദ് ഇല്ലാഞ്ഞിട്ടാ. എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനം തിരിച്ചും മറിച്ചും നിങ്ങളെ കാഫർ അങ്ങോട്ടും ഇങ്ങോട്ടും യോഗം വെക്കുക, പരിപാടിക്കുക, പ്രസംഗിക്കുക, എഴുതുക. എത്ര സീഡി, എത്ര പുസ്തകം, എത്ര ആനുകാലികൾ, ലേഖനങ്ങളാണ് വന്നത് പരസ്പരം മുശ്രിക്കാക്കിക്കൊണ്ട്. മാത്രമല്ല ഇവരും അടിസ്ഥാനപരമായി ഒരു നേരായ ലൈനില്ല ചിന്തിക്കുന്ന ആളുകൾക്കറിയാം സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് നിഷേധിക്കാൻ ലോകത്ത് മഹാത്ഭുത. മുസ്ലിമീങ്ങൾ ലോകത്ത് നിഷേധിക്കുന്ന ഈ കാലം അത്രയും അസഹുൽ കുത്തബി ബഅദ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ കിതാബായ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണെന്ന് മഹാന്മാർ മുഴുവൻ രേഖപ്പെടുത്തി ഏകോപിച്ച് അംഗീകരിക്കുന്ന ആ വലിയ സ്വഹീഹായ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ ഹദീസുകൾ നിഷേധിക്കാൻ ഓരോ ഗ്രൂപ്പുകൾ രംഗത്ത് വന്നിട്ട് ഒരാൾ 60-ൽ പരം ഹദീസാണ് നിഷേധിച്ചത്. ഒരാളുടെ ചെറുപ്പക്കാരല്ല, അവരെ കൊടുക്കുന്ന വലിയ ഹദീസ് പണ്ഡിതൻ. ആ മറ്റേ ഗ്രൂപ്പ് ചോദ്യം ചെയ്തു. അപ്പൊ ഇയാൾ മറുപടി പറയാ, ഞാൻ ബുഖാരിലെ 60-ൽ പരം ഹദീസ് നിഷേധിച്ച് നിങ്ങൾക്ക് എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം പറ്റുമോ?
പിന്നെ എന്തിനാ എന്നെ കുറ്റം പറയണത്? ഇയാൾ മുജാഹിദിന് കുഴപ്പം പറ്റിയോ? ഇങ്ങനെ ബുഹാരി പോലും നിഷേധിച്ച് പച്ചയായി ഇത്രയും കാലം തൗഹീദ് തെറ്റ് പറ്റി എന്നൊരു വിഭാഗം ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പരസ്യമായി കലിമ ചൊല്ലി വീണ്ടും ഇസ്ലാം പുതുക്കുന്നു എന്ന് പറഞ്ഞ ഇങ്ങനെ പരസ്പരം ശിഥിലമായി തമ്മിലടിച്ച് ആദർശരാഹിത്യം പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ മുജാഹിദ് പ്രസ്ഥാനവുമായി വല്ല ബന്ധമുള്ള ആളുകൾക്ക് പുനരാലോചന നടത്താൻ അനുയോജ്യമായ അവസരം പറഞ്ഞത്. ഒരു ചെറിയ വിഷയത്തിൽ മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു പാരമ്പര്യമായ മാർഗം, ആ വിഷയത്തെക്കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദൈന്യമായ ചിത്രം, എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ അപജയം നേരിട്ടത്? ഇത്രമാത്രം ഗ്രൂപ്പുകളാക്കി പരസ്പരം മുശ്രിക്കുകളാക്കിക്കൊണ്ട് അവരെഴുതിയ ലേഖനങ്ങളുടെ, അവരെ വിശദീകരണങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് സഹിതം ലഘുവായി ആ കാര്യം ഹ്രസ്വമായി വിശദീകരിച്ച ഒരു പുസ്തകം നിങ്ങൾക്കൂടെ ആവശ്യമാണെങ്കിൽ കിട്ടും. ആവശ്യക്കാർക്ക് വാങ്ങാം. മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുടുംബങ്ങളോ നാട്ടുകാരോ ആരെങ്കിലൊക്കെ ഉള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുമെങ്കിൽ അത്തരം ആളുകൾക്ക് പ്രയോജനം. എന്താണ് മുജാഹിദിന്റെ യഥാർത്ഥത്തിൽ ഇന്നത്തെ ചിത്രമെന്ന് നിങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനം അപജയത്തിന്റെ അടിവേരുകൾ എന്ന ഈ പുസ്തകത്തിന് കുറച്ച് കോപ്പികളുടെ കൈവശമുണ്ട്. ഒരു പുസ്തകത്തിന് 40 രൂപയാണ്. കൃത്യമായൊരു ചിത്രം കിട്ടും. ഒരാൾ ശരിക്കത് വായിച്ച് വിലയിരുത്തിയിട്ട് ഞാനത് നിൽക്കണോ എന്ന് പുനരാലോചന നടത്താൻ അനുയോജ്യമായ നല്ലൊരവസരം. ഈ മാർഗം എന്റെ സഹോദരന്മാരെ, വിശുദ്ധമായ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സൂചിപ്പിക്കുന്ന മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ഒക്കെ ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ്. ആ തെറ്റായ വളച്ചൊളിച്ച ദുർവ്യാഖ്യാനമൊക്കെ അപ്രത്യക്ഷമാണ്, അസ്ഥാനത്താണ് എന്ന് ഇന്ന് അവർക്ക് തന്നെ സ്ഥിരപ്പെട്ട് ബോധ്യപ്പെട്ട് അതിന്റെ പേരിൽ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പൂർവ്വകാല മാർഗത്തെ അംഗീകരിക്കാൻ നമ്മൾ എന്താ പ്രയാസപ്പെടുന്നത്? ഇവിടെ സൂചിപ്പിച്ചല്ലോ, മഹാനാ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ സുന്നിയായിരുന്നില്ലേ സഹോദരന്മാരെ? വേണ്ട, എന്തിനാ തങ്ങളെ മാത്രം പറഞ്ഞ? ഈ 14 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ സുന്നികളായിരുന്നില്ലേ? സുന്നികളായിരുന്നു എന്ന് മാത്രമല്ല, ഇവരൊക്കെ മരിച്ചുപോയ നല്ല തിരക്കല്ലേ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ, ഇവരൊക്കെ എന്തോ ഒരു നല്ല മനുഷ്യൻ, ഉറച്ച സുന്നിയല്ലേ, യഥാർത്ഥത്തിൽ നമ്മുടെ കാദിയല്ലേ. തങ്ങളൊക്കെ എല്ലാ ദിവസവും കാലത്ത് പെട്ടെന്ന് യാത്രയിൽ മുസാഹിഫ് കയ്യിൽ വെച്ച് വണ്ടിയിൽ നിന്ന് ഖുർആനോ, രാത്രി തഹജ്ജുദ് നിസ്കരിക്കും. ഒരനാവശ്യ വാക്ക് പോലും നാവ് കൊണ്ട് പറയാത്ത എത്ര നല്ല മനുഷ്യന്മാര്. നമ്മുടെ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഷെയ്ഖുന കോട്ടുമല ഉസ്താദ് സമസ്തന്റെ ഉപാധ്യക്ഷൻ, ഈ കാനമ്പാടി മുഹമ്മദ് ഉസ്ലാം സമസ്തയുടെ അധ്യക്ഷൻ, നമ്മുടെ അടുത്ത് പരിചയപ്പെട്ട മഹാനായ മർഹൂം CH ഹൈദ്രോസ് മുസ്ലിയാർ, വേണ്ട നിങ്ങളെ തൊട്ടടുത്തല്ലേ മഹാനായ മർഹൂം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, നവ്വറല്ലാഹു മറാഖിദഹും, അവിടൊക്കെ മർത്തബുകൾ അള്ളാഹു സന്തോഷപ്രദമാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ. കൂടുതൽ അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ കുറിച്ച് ഈ അടുത്ത ദിവസം ഞാൻ ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയുടെ അടുത്തൊരു ആവശ്യത്തിന് പോയി. ആവശ്യത്തിന് പോകുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനം ദാറുന്നജാത്ത് ഉസ്താദ് KT മാനു മുസ്ലിയാർ സ്ഥാപനം. അപ്പൊ അദ്ദേഹം വഫാത്തായ ശേഷം ആ സമ്മേളനത്തിൽ ക്ഷണിക്കാൻ വേണ്ടി ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പിന്നെ ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയുടെ അടുത്ത് പോകുമ്പോ ബാപ്പു മുസ്ലിയാറായിരുന്നു ആ സ്ഥാപനത്തിന്റെ ആദ്യകാല പ്രസിഡന്റ്. അപ്പൊ ആ ബന്ധം വെച്ച് അവിടെ സിയാറത്ത് ചെയ്താൽ ഞാനും എന്റെ സുഹൃത്ത് വാക്കോട് ഫൈസി ഉസ്താദ് ഉൾപ്പെടെയുള്ള ആൾക്കാർ 3 യാസിനൊക്കെ ദുആ ചെയ്തിട്ടാണ് കുഞ്ഞാപ്പു ഹാജിയുടെ അടുത്ത് പോയത്. കുഞ്ഞാപ്പു ഹാജി നിങ്ങൾക്ക് സുപരിചിതനാണ്. കുഞ്ഞാപ്പു ഹാജിയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചായക്കങ്ങൾ കുടിച്ച് ക്ഷണിക്കുന്നതിനിടയിൽ കുഞ്ഞാപ്പു ഹാജിയോട് ചോദിച്ചു, ഞങ്ങൾ സിയാറത്ത് ചെയ്ത് വരാവുന്ന കൂട്ടത്തിൽ ചോദിച്ചു, ബാപ്പുസ്ലാം വലിയ മഹാനാണെന്ന് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്, അടുത്ത് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, വലിയ കറാമത്ത്, അവരൊക്കെ സുന്നിന്റെ ഉറച്ച ആൾക്കാരല്ലേ സുഹൃത്തുക്കളെ. ബാപ്പുസ്ലാം പഴച്ചുപോയി നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? പറഞ്ഞ മുജാഹിദിനോ ജമാഅത്തിനോ അഭിപ്രായം ഉണ്ടാവും? ഇല്ലല്ലോ. അമ്മാതിരി കറാമത്തിന്റെ ഉടമല്ലേ ബാപ്പുസ്ലാമല്ലേ പറഞ്ഞത്. ഇവിടെ ചാവക്കാട് ആ ഭാഗത്ത് ഒരു വീട്ടിലേക്ക് കല്യാണത്തിന് ക്ഷണിച്ചു, ഞാൻ വരാന്ന് മൂപ്പരേറ്റു. വരാൻ വലിയ സന്തോഷമായ വീട്ടുകാർക്ക്. ഞാൻ വന്നിട്ട് ചോറ് കാണുമ്പോൾ പാടുന്നു പറഞ്ഞു ക്ഷണിച്ചു. മൂപ്പര് വന്ന് കിട്ടണ്ടേ, സമയം ഇങ്ങനെ വൈകാണ്, ചോറ് ആൾക്കാർ റെഡി കാത്തിരിക്കാണ്, ചോറിന്റെ സമയമായിരിക്കും, കൊടുക്കാൻ തുടങ്ങാൻ പറ്റില്ല, മൂപ്പര് വരണ്ടേ. അങ്ങനെ ലാസ്റ്റ് മൂപ്പരെത്തി. സമാധാനമായി വീട്ടുകാർക്ക്. മൂപ്പർ നേരെ വീട്ടിലിരിക്കല്ല, നേരെ ചോറ് വെക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ചോറ് വെക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് കറി വെച്ച ഒരു ചെമ്പ് തുറക്കാൻ പറഞ്ഞു. ചെമ്പ് തുറന്നു. ചെമ്പ് തുറന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഒരു പാമ്പുണ്ട് ചത്ത് ഇങ്ങനെ കിടക്കുന്ന കറി. അപ്പോ പുക തട്ടിയിട്ട് മുകളിൽ നിന്ന് മരത്തിൽ നിന്ന് വീണതായിരിക്കും. ആ പാത്രം ഒഴിവാക്കി കറി, ബാക്കി ചോറ് കറി. അതാണ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാറിന്റെ പ്രിയപ്പെട്ടവരെ. ആ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ കുറിച്ച് ഞാൻ ചോദിച്ചു, ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയോട് മൂപ്പര അടുത്ത നാട്ടുകാരല്ലേ എന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് വല്ല ബന്ധമുണ്ടോ ബാപ്പു മുസ്ലിയാറുമായിട്ട് ചോദിച്ചു, വല്ല കണക്ഷൻ ഉണ്ടോ ചോദിച്ചു. അപ്പൊ കുഞ്ഞാപ്പു ഹാജി പറഞ്ഞു, എനിക്ക് ഭയങ്കര ബന്ധമായിരുന്നു, വലിയ ബന്ധമായിരുന്നു മൂപ്പരുമായിട്ട്, എന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചു.
അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ വലിയ ഫദ്ല് കൊണ്ട് നമ്മുടെ പരിപാടി നല്ല പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിൽ പോലും മഴ ഇങ്ങനെ തുള്ളിടും പിൻവാങ്ങും. നമ്മുടെ പരിപാടിയുടെ അവസാന ഭാഗം വരെ അള്ളാഹ് കാത്തുരക്ഷിക്കും. അതുകൊണ്ട് നമുക്ക് ഇതുവരെ അള്ളാഹുള്ള ശുക്രായിട്ട് നമ്മൾ സത്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ 10 സ്വലാത്തുകൾ തങ്ങൾ ഇപ്പൊ കാണുക സ്വലാത്ത് എന്നിട്ട് തുടരണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അപ്പൊ കുഞ്ഞാപ്പോജിയുടെ എന്നാൽ സാമ്പിൾ അനുഭവം പറയുമോ ചോദിച്ചു. കുഞ്ഞാപ്പോജി ഒക്കെ വിശ്വസ്തൻ, നമുക്ക് അറിയുന്നതാണ് മൂപ്പര് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. മൂപ്പര് പറഞ്ഞു ഒരുപാട് അനുഭവം ഉണ്ടെന്ന് പറയാൻ തോന്നുന്നത്. മൂപ്പർക്ക് 967 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറ്റാക്ക് ബാധിച്ചു. നല്ല അറ്റാക്കാണ്. മൂപ്പര് അന്ന് തൃശ്ശൂർ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അഡ്മിറ്റ് ചെയ്തു, ദിവസങ്ങളോളം കടന്നു, ഒരു വിധം രക്ഷപ്പെട്ട് ഡിസ്ചാർജ് ചെയ്തു. ഡോക്ടർ പോലും പറഞ്ഞു വളരെ ശ്രദ്ധിക്കണം, മേജർ അറ്റാക്കായിരുന്നു, അതുകൊണ്ട് കൂടുതൽ ഇളകരുത്, വലിയ പണിയൊന്നും എടുക്കരുത്, മരുന്നിങ്ങനെ കുടിച്ച് ശാന്തമായി കഴിയണം. ഇത്ര യാത്ര നിങ്ങൾ തൃശ്ശൂർക്ക് വരണ്ട, കോഴിക്കോട് നിങ്ങൾക്ക് അടുത്ത ഡോക്ടർ പറഞ്ഞാൽ ഇനി അദ്ദേഹത്തെ കണ്ടാൽ മതി, ഞാൻ കത്ത് തരാം. അങ്ങനെ നാട്ടിൽ വന്നു പറഞ്ഞ പോലെ ചിട്ടകളൊക്കെ പാലിച്ച് മുന്നോട്ട് പോയി. പിന്നെ ആ കോഴിക്കോട്ടേക്ക് പോകാനുള്ള ദിവസമായപ്പോ ഞാൻ എന്ത് ചെയ്തു, ഒരാളോട് പറഞ്ഞയച്ചു, ബാപ്പൂസിനോട് എനിക്കൊന്ന് ദുആ ചെയ്യണം, സലാം പറഞ്ഞയച്ചു, ഇങ്ങനെ കോഴിക്കോട്ടേക്ക് പോവുകയാണ്, അതിലിങ്ങനെ വളഞ്ഞു വരാൻ പ്രയാസമുണ്ട്, കൂടുതൽ ഇളകരുതാണ് ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ടാണ് അങ്ങോട്ട് വരാത്തല്ലാണ്ട് വരാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, ദ്വാർക്കണം എന്നാണ്. അപ്പൊ ഈ സലാമായിട്ട് പറഞ്ഞയച്ച ആളോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ബാപ്പുലേര് പറഞ്ഞു കുഞ്ഞാപ്പൂരോട് ഇതിലെ വരാൻ വരെ പോകുമ്പോ. അപ്പൊ അവർക്ക് ധൈര്യമായി. പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോകുമ്പോ ആ വീട്ടിലെത്തി, ചെന്ന് സലാം പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു. വേറെ ആൾക്കാർക്ക് ഇങ്ങനെ വരുത്തുണ്ടേ. കുഞ്ഞാപ്പൂരിന്റെ വിശേഷമൊന്നും ചോദിച്ചില്ല. ബാപ്പുസിന നേരെ വീട്ടിന്റെ ഉള്ളിൽ പോയി കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോ ഒരു ഗ്ലാസ് എന്ന് പറയുന്ന നല്ല സ്ട്രോങ് ചായ ഇങ്ങനെ കൈയോട് പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തന്നു. എനിക്ക് ഇത് മുഴുവനും കുടിച്ചില്ല. പിന്നെ ഒരു വേറെ ആൾക്കാരെ വരുമ്പോൾ സ്വീകരിക്കലൊക്കെ ഉണ്ട്. ഞാൻ ആ ചായ ഇങ്ങനെ കുടിച്ചു നോക്കും, ഒരു പകുതി ചായ കുടിച്ചു കഴിഞ്ഞു, പിന്നെ ബാക്കിയൊക്കെ പൊടിയാണ്. പക്ഷേ ഇത് മുഴുവൻ കുടിച്ചത് നല്ല മൂപ്പര വാക്ക്. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ, പൊടി എന്ത് ചെയ്യും, മൂപ്പര വാക്കല്ലേ, ആ പൊടിയൊക്കെ തിന്നാനൊക്കെ വാരി തിന്ന് റെഡിയാക്കി. മൂപ്പര് ഗ്ലാസ് വാങ്ങി ഒക്കെ തീർത്തൂലേ വെച്ചു, തീർത്തുക. മൂപ്പര് ഒന്ന് ഇറങ്ങിക്കോളി, എന്നാൽ പൊയ്ക്കോളി എന്നാ ഒരു പോവുകയും ചെയ്തു. അല്പസമയത്തിന് അവൻ പോകുന്ന വഴിക്കൊക്കെ തിരിച്ചു കുഞ്ഞാ ഉറക്കം വിളിക്ക പഠിച്ചു, എന്താ അബദ്ധ ചെയ്ത്. ഉടനെ മൂപ്പര് പറയാണ്, ഇനി ഈ രോഗത്തിന് വേണ്ടി ആശുപത്രിക്ക് പോകണ്ട, ഒരു 4400 നാരിസ്വലാത്ത് റസൂലുള്ളാഹിയെ ചൊല്ലിക്കളി, പോയിക്കോളി. കുഞ്ഞാപ്പോജി പറയാണ്, 4400 തീർച്ചയായും പോയി. ഞാൻ കോഴിക്കോട് ഡോക്ടർ ചെന്നു, ഹാർട്ട് അറ്റാക്കുള്ള രോഗിന്റെ എല്ലാ ടെസ്റ്റും നടത്തി, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ എനിക്കൊരു ഡോക്ടർ മരുന്ന് എഴുതില്ല. എന്നോട് പോയി വീട്ടിൽ പോയിട്ട് കളക്കാനും നീന്താനും അധ്വാനിക്കാനും കുറെ തടി കൂടുതലുണ്ട്, ഇതൊക്കെ ചെയ്താൽ ഇപ്പൊ രോഗമില്ലാതെ ഡോക്ടറെ തിരിച്ചയച്ചാണ്. എത്ര കാലം കഴിഞ്ഞു, ഹാർട്ടിന്റെ രോഗം ഇവർക്കുണ്ടായിട്ടില്ല. എത്ര വലിയ രോഗം കഴിഞ്ഞ് ബൈപ്പാസ് സർജറി കഴിഞ്ഞാൽ പോലും 10-12 കൊല്ലത്തിലധികം ആള് നീണ്ടുപോകാറില്ല. ചമ്മുക്കുള്ള അതിന്റെ ഹാർട്ട് ഇന്നും ഭദ്ര, എത്ര 40 വർഷം പിന്നിട്ടു. എന്റെ പ്രിയപ്പെട്ട മഹാന്മാരെ വാക്കഥ, അത് ജീവിതകാലത്തും മരണാന്തരവും മഹാത്മാക്കൾക്ക് പ്രത്യേകത. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ബേസ്മെന്റ് അതാണ്. ആ മാർഗം നിലനിർത്താൻ വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നവർ ആ സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് പോർലേൽക്കാൻ പാടില്ല എന്ന നിതാന്ത ജാഗ്രത ചാപ്പനങ്ങാടി മഹല്ല് ജമാഅത്തിന് വേണം. നമ്മുടെ സുന്നി മഹല്ല് ജമാഅത്തുകൾക്ക് വേണം. അവിടുത്തെ ഖാദിമാരും ഖത്തീമാരും ഉത്തരവാദപ്പെട്ട ഉമറാക്കളും കമ്മിറ്റി ഭാരവാഹികളും ഇത് ഉറച്ച സ്റ്റാൻഡ് എടുക്കണം. അങ്ങനെ സ്റ്റാൻഡ് എടുത്താലേ അടുത്ത തലമുറ നമ്മുടെ മക്കൾ നേരെ നിൽക്കുള്ളൂ.
നമ്മൾ അയഞ്ഞ സമീപനം സ്വീകരിച്ചാൽ അവിടെയൊക്കെ മസല എന്തായാലും കൊണ്ട് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മുടെ ദീൻ ഇവിടെ ഭംഗം വരും, സുന്നത്ത് ജമാഅത്തിൽ പോർലേൽക്കും, ഭാവി തലമുറകൾ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ നാട്ടുകാരായ എന്റെ സഹോദരന്മാരോട് സ്നേഹപൂർവ്വം ഉണർത്താനുള്ളത്, നമ്മുടെ മഹല്ല് ജമാഅത്ത് സുന്നി മഹല്ല് ജമാഅത്താണ്, സമസ്തന്റെ മഹല്ല് ജമാഅത്താണ്. നമ്മുടെ ആദർശം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ്. ആ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം, അതിനോട് സർവാത്മന സഹകരിക്കാം. അതാണ് നമുക്കും നമ്മുടെ മരിച്ചു പോകുന്ന ആളുകൾക്കൊക്കെ നല്ലത്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു 3 സ്വലാത്ത് കൂടി നമുക്ക് ചൊല്ലാം. അള്ളാഹുവിന്റെ മഹാഫദ്ൽ കൊണ്ട് അവിടെ പരിപാടി നമുക്ക് ഇത്രയും നേരം നടത്താൻ കഴിഞ്ഞു. കാലാവസ്ഥ നിങ്ങൾക്കറിയാം, നമുക്കൊന്നും പറ്റിയിട്ടില്ല, വളരെ സുരക്ഷിതമായി തീർത്തു. അള്ളാഹു ഇതുപോലെ ദുനിയാവിലും ആഖിറത്തിലും എല്ലാ മേഖലകളിലും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.